ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കമ്പൗണ്ട് യൂസ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഈ കമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇത് നമ്മുടെ ടൈമറാണ്. ഇനി വാട്ട് ഈസ് ദി കമ്പൗണ്ട് യൂസ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? നമുക്കറിയാം, ഇത് ഹീറ്റർ കോയിലിൻ്റെ കോയിലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? ഇതിൻ്റെ ഉത്തരം ഡീഫ്രോസ്റ്റ് ഹീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വിച്ച് കമ്പൗണ്ട് ഡീഫ്രോസ്റ്റ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഏത് കമ്പൗണ്ടാണ് അതിൻ്റെ ആ ഐസിനെ ഉരുക്കി കളയുന്നത്, ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്? ബൾബാണോ, ഹീറ്ററാണോ, തെർമോസ്റ്റാറ്റ് ആണോ, കാപ്പില്ലറി ട്യൂബ് ആണോ? നമുക്കറിയാം, ഹീറ്ററാണ് അതിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഇനി വേർ ദി തെർമൽ ബൾബ് ഈസ് ഫിക്സഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ തെർമൽ ബൾബ് എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക? ലിക്വിഡ് ലൈനിലാണോ, ഡിസ്ചാർജ് ലൈനിലാണോ, ലാസ്റ്റ് കോയിൽ ഓഫ് കണ്ടൻസർ ആണോ, അതോ ലാസ്റ്റ് കോയിൽ ഓഫ് ഇവാപ്പറേറ്റർ ആണോ? ഇത് രണ്ടും ഡൗട്ട് തോന്നൂല്ലേ? പക്ഷെ അതാണ് നമ്മൾക്കറിയാം, ഇവാപ്പറേറ്ററിലാണ് ഫ്രോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് കോയിൽ ഓഫ് ഇവാപ്പറേറ്ററിലാണ് നമ്മുടെ തെർമൽ ബൾബ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. വാട്ട് ഈസ് ദി കമ്പൗണ്ട് യൂസ്ഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? നമുക്ക് അറിയാം, സ്ട്രൈനറാണ് നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കമ്പൗണ്ട് യൂസ്ഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഈ കമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കമ്പൗണ്ട് നമുക്കറിയാലേ, ഒരു ഫാനിൻ്റെ മോട്ടർ അല്ലേ? അപ്പോൾ ഇവാപ്പറേറ്റർ, ഫാൻ, മോട്ടോറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓവർലോഡ് പ്രൊട്ടക്ടർ അല്ല. ഡീഫ്രോസ്റ്റ് ഹീറ്റർ നമ്മൾ കണ്ടതാണ്. എന്താ, ഇങ്ങനെ 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 ഒരു ഹീറ്റിംഗ് കോയിൽ ഉള്ളതാണ്. PTC റിലേ അല്ല. ഇനി ഏഴാമത്തെ ചോദ്യം, വിച്ച് കമ്പൗണ്ട് സ്വിച്ചസ് ഓൺ ഓർ ഓഫ് ദി സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇൻ RSIR മോട്ടോർ? റെസിസ്റ്റൻസ് സ്റ്റാർട്ട്, ഇൻഡക്ഷൻ, റണ്ണ് മോട്ടോറിൽ ഏത് കമ്പൗണ്ടാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഓണും ഓഫും ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. ഇത് തെർമോസ്റ്റാറ്റ് ആണോ? തെർമോസ്റ്റാറ്റ് അല്ല. കപ്പാസിറ്റർ അല്ല. ഏതാ ചെയ്യുന്നത്? നമ്മുടെ റിലേ ആണ് RSIR മോട്ടോറിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഓണും ഓഫും ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കട്ട് ഔട്ട് ടെമ്പറേച്ചർ ഓഫ് ബൈമെറ്റൽ തെർമോ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ബൈമെറ്റൽ തെർമോയുടെ കട്ട് ഔട്ട് ടെമ്പറേച്ചർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ആവുമ്പോഴാണ് ആ ബൈമെറ്റൽ തെർമോ കട്ട് ഔട്ട് ആവുന്നത് ചോദിച്ചിട്ടുണ്ട്. എത്ര? 10 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴാണ് നമ്മുടെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ബൈമെറ്റൽ തെർമോ കട്ട് ഔട്ട് ആവുന്നത്. അതുപോലെ തന്നെ കട്ടിംഗ് ടെമ്പറേച്ചർ ഉണ്ട്, അതും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, വിച്ച് ഡൊമസ്റ്റിക് സിസ്റ്റം യൂസസ് ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ്? നമ്മൾ ഏത് ഡൊമസ്റ്റിക് സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് ഉപയോഗിക്കുക? നമുക്കറിയാം, ഏതാ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ആണ് ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് ഉപയോഗിക്കുക അല്ലേ? ഇനി പത്താമത്തെ ചോദ്യം, വിച്ച് ഷീറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ടൈറ്റ്നെസ് ഓഫ് ഡോർ ഗ്യാസ്കറ്റ് ഓഫ് എ റെഫ്രിജറേറ്റർ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ഡോർ ഗ്യാസ്കറ്റിൻ്റെ ടൈറ്റ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഉപയോഗിക്കുക. വാട്ട് ഈസ് ദി കമ്പൗണ്ട് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ വയറിംഗ്? റെഫ്രിജറേറ്റർ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന ഈ കമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം, PTC റിലേ ആണ് നമ്മുടെ റെഫ്രിജറേറ്റർ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന കമ്പൗണ്ട് അല്ലേ? ഇവാപ്പറേറ്റർ, ഫാൻ, മോട്ടോർ അല്ല. OLP അല്ല. ഡീഫ്രോസ്റ്റ് ഹീറ്റർ നമ്മൾ കണ്ടതാണ്. എങ്ങനെ വരിക? ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ കാണുക. 12ാമത്തെ ചോദ്യം, വിച്ച് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദി കണ്ടൻസർ ഫിൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ? കണ്ടൻസറിന്റെ ഫിൻസ്, കീബോർഡ് നോക്കണം. കണ്ടൻസറിന്റെ ഫിൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടൻസറിന്റെ ഫിൻസ് ആണ് കേട്ടോ. പെയിന്റിംഗ് ബ്രഷ് ആണ് കണ്ടൻസറിന്റെ ഫിൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെയാണ്. ഇനി വാട്ട് ഈസ് ദി കമ്പൗണ്ട് മാർക്ക്ഡ് ആസ് X ഇൻ റെഫ്രിജറേറ്റർ? ഈ കാണിക്കുന്ന കമ്പൗണ്ട് അത് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇതേതാ? ഇത് കണ്ടൻസർ കോയിലാണ്, ഇവാപ്പറേറ്റർ കോയിലാണ് അവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് C ആണ് ഉത്തരം. 14, ഹൗ ദി കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് എക്സ്പ്രസ്ഡ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാ? അതിന്റെ കപ്പാസിറ്റി എങ്ങനെ അളക്കുക? ലിറ്റേഴ്സിലല്ല അളക്കുക. 165 ലിറ്റർ, 150 ലിറ്റർ എന്നൊക്കെ അല്ലേ അതിന്റെ വോളിയത്തിൽ, ആ ലിറ്റർ ലെവലാണ് നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി നമ്മൾ പറയാറ്. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ഇൻ ദി റെഫ്രിജറേറ്റർ ഫ്രീസർ?
നമ്മുടെ റെഫ്രിജറേറ്റർ ഫ്രീസറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ് ചോദിക്കുന്നത്? 0°C ആണോ, -15°C ആണോ, -45 ആണോ, -65 ആണോ? ഇത്രയൊന്നും നമ്മൾ പോക്കില്ല. -65ഉം -45ഉം നമ്മൾ പോക്കില്ല. നമ്മൾ -15 ആണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഫ്രീസറിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ. ഇനി 16ാമത്തെ ചോദ്യം, വേർ ദി മാനുവലി ഡീഫ്രോസ്റ്റഡ് വാട്ടർ സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റർ. നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത ശേഷം ആ ഐസ് വാട്ടർ ആവൂലേ, ആ വാട്ടർ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? അത് ബോട്ടം ഓഫ് ദി ഇവാപ്പറേറ്ററിലാണോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അത് ഐസ് ആവില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബോട്ടം ഓഫ് ദി കണ്ടൻസർ ആണോ? അവിടെയല്ല. ടോപ്പ് ഓഫ് ദി ഫ്രീസർ ആണോ? അവിടെയല്ല. അപ്പൊ നമ്മൾ എവിടെ ഇതാക്കുക? ട്രേ ഓൺ ടോപ്പ് ഓഫ് ദി കംപ്രസർ അല്ലേ? നമുക്ക് ഫ്രിഡ്ജിന്റെ ഒക്കെ പുറകുവശത്ത് നമുക്ക് നോക്കിയാൽ കംപ്രസറിന്റെ മുകളിൽ ഒരു ട്രേ ഉണ്ടാവും, അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും അല്ലേ? അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വരുന്ന വെള്ളമാണ്. 17ാമത്തെ ചോദ്യം, വിച്ച് കമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന കമ്പൗണ്ട് ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്? പ്ലേറ്റ് കോയിൽ ഇവാപ്പറേറ്റർ ആണോ, ലിക്വിഡ് റിസീവർ ആണോ, ഓയിൽ സെപ്പറേറ്റർ ആണോ, ടൈമർ സ്വിച്ച് ആണോ? നമുക്കറിയാം ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷേ ഫ്രോസ്റ്റ് ഫ്രീയിൽ നമ്മൾ ടൈമർ സ്വിച്ച് ഉപയോഗിക്കും അല്ലേ? ഡി ആണ് ഉത്തരം. ടൈമർ സ്വിച്ച് ആണ് നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന കമ്പൗണ്ട്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇവാപ്പറേറ്റർ ഏത് ടൈപ്പ് ആണ് എന്ന് ചോദിക്കുന്നത്? ഇവാപ്പറേറ്റർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കുന്നത്? പ്ലേറ്റ് ടൈപ്പ് ആണോ, വയർ മെഷ് ആണോ, ഫിന്നർ ട്യൂബ് ആണോ, ഷെൽ ആൻഡ് ട്യൂബ് ആണോ? ഫിന്നർ ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ് നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഫിന്നഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വിച്ച് ഡിവൈസ് പ്രൊട്ടക്ട് ദി കംപ്രസർ മോട്ടോർ ഫ്രം ഡ്രോയിങ് മോർ കറണ്ട്. കംപ്രസർ മോട്ടോറിന് ഒരുപാട് കറണ്ട് വലിക്കുന്നതിനെ തടയുന്ന സംഭവം ഏതാ? ഓവർലോഡ് പ്രൊട്ടക്ടർ അല്ലേ? OLP ആണ് അത് തടയുന്നത് അല്ലേ? റിലേ അല്ല, ഡോർ സ്വിച്ച് അല്ല, ഡോർ സ്വിച്ച് ഒന്നും അല്ല, തെർമോസ്റ്റാറ്റും അല്ല അല്ലേ? ഇനി 20ാമത്തെ ചോദ്യം, വിച്ച് ഡിവൈസ് ഈക്വലൈസസ് ദി സിസ്റ്റം പ്രഷർ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. നമ്മുടെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ സിസ്റ്റം പ്രഷറിനെ ഈക്വലൈസ് ചെയ്യുന്നത് ഏത് കമ്പൗണ്ട് ആണ്, ഏത് ഡിവൈസ് ആണ്? ഏത് ഡിവൈസ് ആണ് സിസ്റ്റം പ്രഷറിനെ ഈക്വലൈസ് ചെയ്യുന്നത്? ഏതില്? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാപ്പിലറി ട്യൂബ് ആണോ, അതോ കംപ്രസർ ആണോ, കണ്ടൻസർ ആണോ, ഇവാപ്പറേറ്റർ ആണോ? നമുക്ക് ഇവാപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, കണ്ടൻസറിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, കംപ്രസറിന്റെ ഫംഗ്ഷൻ അറിയാം. അപ്പൊ കാപ്പിലറി ട്യൂബ് ആണ് സിസ്റ്റം പ്രഷറിനെ ഈക്വലൈസ് ചെയ്യുന്നത്. 21ാമത്തെ ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഏത് മെത്തേഡ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം ആണ് നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്നത്? വേപ്പർ കംപ്രഷൻ ആണ് അല്ലേ? വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി 22ാമത്തെ ചോദ്യം, വിച്ച് ഇലക്ട്രിക്കൽ കൺട്രോൾ കട്ട്സ് ഓഫ് ഹീറ്റിംഗ് എലമെന്റ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഹീറ്റിംഗ് എലമെന്റിനെ കട്ട് ഓഫ് ചെയ്യണത് അല്ലേ? നമുക്ക് ആ ഡീഫ്രോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹീറ്റിംഗ് എലമെന്റിന്റെ അവരുടെ ആവശ്യമില്ല. അപ്പൊ അതിനെ കട്ട് ഓഫ് ചെയ്യണത് ആരാണ്? തെർമോസ്റ്റാറ്റ് ആണോ, റിലേ ആണോ, ടൈമർ ആണോ, അതോ ബൈമെറ്റൽ തെർമോ ആണോ? ബൈമെറ്റൽ തെർമോയാണ് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹീറ്റിംഗ് എലമെന്റിനെ കട്ട് ഓഫ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ബൈമെറ്റൽ തെർമോ. 23ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വർക്കിംഗ് കണ്ടീഷൻ ഓഫ് കമ്പോണന്റ് ഡ്യൂറിങ് ഡീഫ്രോസ്റ്റ് സൈക്കിൾ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ നമ്മുടെ ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ വാട്ട് ഈസ് ദി വർക്കിംഗ് കണ്ടീഷൻ ഓഫ് കമ്പോണന്റ് ഡ്യൂറിങ് defrost cycle in frost free refrigerator. What is the working condition of component? ആ കമ്പോണന്റിന്റെ വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നത് ഡ്യൂറിങ് ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ അല്ലേ? അതായത് കുറച്ച് കമ്പോണന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവാപ്പറേറ്റർ, ഫാൻ മോട്ടോർ, കംപ്രസർ, തെർമോസ്റ്റാറ്റ്, റിലേ, അതൊക്കെ ഉണ്ട്. അതിന്റെ വർക്കിംഗ് തന്നിട്ടുണ്ട്. ആ തന്ന വർക്കിംഗ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവാപ്പറേറ്ററിന്റെ ഫാൻ മോട്ടോർ റണ്ണിങ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ ഇവാപ്പറേറ്ററിന്റെ ഫാൻ മോട്ടോർ എന്ത് ചെയ്യണം? നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അല്ലെ? ഓഫ് ചെയ്ത് വെക്കണം. അപ്പൊ ഒന്നാമത്തെ ഉത്തരം തെറ്റാണ്. ഇനി തെർമോസ്റ്റാറ്റ് കട്ട്സ് ഓഫ്. തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് അല്ല, റിലേ ആക്ടിവേറ്റഡ്. റിലേ ആക്ടിവേറ്റ് ആയിട്ടില്ല. കംപ്രസർ എന്ത് ചെയ്യില്ല, ആ ടൈമിൽ ഒരിക്കലും റൺ ചെയ്യില്ല. നമുക്കറിയാം അല്ലെ? ആ സിസ്റ്റം കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും. അപ്പൊ കംപ്രസർ എന്ത് ചെയ്യില്ല, ആ ടൈമിൽ റൺ ആയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ തന്നിരിക്കുന്നതിൽ ഇതാണ് ശരി. കംപ്രസർ ഈസ് നോട്ട് റണ്ണിങ് ആണ് എപ്പോ?
ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ ആ ടൈമിൽ. 24ാമത്തെ ചോദ്യം വിച്ച് കമ്പോണന്റ് ആക്ച്വേറ്റ്സ് ദി ഡീഫ്രോസ്റ്റ് സൈക്കിൾ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഏത് കമ്പോണ്ടാണ് ഡീഫ്രോസ്റ്റ് സൈക്കിൾ ആക്ച്വേറ്റ് ചെയ്യാന്ന് ചോദിക്കുന്നത്. ആക്ച്വേറ്റ് ദി ഡീഫ്രോസ്റ്റ് സൈക്കിൾ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ബൈമെറ്റൽ തെർമോ ആണോ മറ്റേ ഇത് ആക്ച്വേറ്റ് ആക്കുക, ഡീഫ്രോസ്റ്റ് ഹീറ്റർ ആണോ, ടൈമർ ആണോ, റിലേ ആണോ? നമുക്കറിയാം ടൈമർ ആണ് എന്ത് ചെയ്യുക, ആക്ച്വേറ്റ് ചെയ്യുക, ഡീഫ്രോസ്റ്റ് സൈക്കിൾ ആക്ച്വേറ്റ് ചെയ്യുക. ഇനി 25ാമത്തെ ചോദ്യം വിച്ച് കമ്പോണ്ട് ഈസ് ടേൺഡ് ഓഫ് വൈ defrost heater is energized. Which compound is turned off? ഏത് കമ്പൗണ്ടാണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക? എപ്പോ ഡീഫ്രോസ്റ്റ് ഹീറ്റർ ഓൺ ആയി കിടക്കുമ്പോൾ നമ്മൾ ഏത് കമ്പൗണ്ടാണ് ഓഫ് ആക്കി വെക്കുക? നമുക്കറിയാലേ ഇവാപ്പറേറ്റർ ഫാനിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ. ഇവാപ്പറേറ്ററിന്റെ ഫാൻ എന്തായിരിക്കും ആ ടൈമിൽ ഓഫ് ആയിരിക്കും. ക്യാബിനറ്റ് ബൾബിന്റെ കാര്യം നമുക്ക് കുഴപ്പമില്ല, തെർമോസ്റ്റാറ്റ്, സെൻസർ, ഓവർലോഡ് പ്രൊട്ടക്ടർ, അതിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ ഓൺ ആയാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാനുള്ള ഈ ഇവാപ്പറേറ്റർ ഫാൻ ഒരിക്കലും ഓൺ ആവരുത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡീഫ്രോസ്റ്റ് സൈക്കിള് നല്ല വൃത്തിയായിട്ട് നടക്കത്തില്ല. ഇവാപ്പറേറ്ററിന്റെ ഫാൻ ഓൺ ആയാൽ ആ ഡീഫ്രോസ്റ്റിങ് ഐസിന് ഒരിക്കലും അവിടെ കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല. വിച്ച് മൂവ്മെന്റ് ഓഫ് പ്ലഞ്ചർ എനർജൈസ് ദി സ്റ്റാർട്ട് വൈൻഡിങ് ഇൻ റിലേ ഓപ്പറേഷൻ. പ്ലഞ്ചറിന്റെ ഏത് മൂവ്മെന്റ് ആണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റിലേയുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യാം? പ്ലഞ്ചറിന്റെ ഏത് മൂവ്മെന്റ് ആണ് നമ്മുടെ റിലേയുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അത് വെർട്ടിക്കലി അപ്പായി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ എനർജൈസ് ചെയ്യുക. 26ാമത്തെ ചോദ്യം വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സ്റ്റാർട്ട് കപ്പാസിറ്റർ ഇൻ മോട്ടോർ സർക്യൂട്ട്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കൊടുക്കുന്ന കമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ മോട്ടോർ സർക്യൂട്ടിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനോട് സീരീസ് ആയി കൊടുക്കുന്ന ഏതാ? സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണോ, കോമൺ ടെർമിനലാണോ, റണ്ണിങ് ടെർമിനലാണോ, റണ്ണിങ് വൈൻഡിങ് ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനോട് അല്ലെങ്കിൽ സ്റ്റാർട്ട് കപ്പാസിറ്ററിനോട് സീരീസ് ആയി കൊടുക്കുക. 28ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സീൽഡ് സിസ്റ്റം കമ്പയർഡ് ടു ഓപ്പൺ ടൈപ്പ് സിസ്റ്റം. സീൽ ചെയ്ത ടൈപ്പ് സിസ്റ്റത്തിൽ അതായത് നമുക്കറിയാലേ നമ്മുടെ 2-3 ടൈപ്പ് കംപ്രസർ ഉണ്ടെന്ന് അറിയാലേ, ഹെർമെറ്റിക്കലി സീൽഡ്, സെമി സീൽഡ്, ഓപ്പൺ ടൈപ്പ് എന്നൊക്കെ നമുക്കറിയാലേ. അതിൽ സീൽഡ് ടൈപ്പ് ഓപ്പൺ ടൈപ്പിനെ അപേക്ഷിച്ചിട്ട് എന്താണ് ഗുണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സീൽഡ് സിസ്റ്റം കമ്പയർഡ് ടു ഓപ്പൺ ടൈപ്പ് സിസ്റ്റം. അതിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഗ്രേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സിലിണ്ടർ ലൂബ്രിക്കേഷൻ ഈസിയർ ആണോ? അല്ല, സിലിണ്ടർ ലൂബ്രിക്കേഷൻ ഈസിയർ അല്ല. എനി റെഫ്രിജറന്റ് ക്യാൻ ബി യൂസ്ഡ്, ഇല്ല അങ്ങനെയില്ല. നോ ഷാഫ്റ്റ് സീൽ ഈസ് റിക്വയർഡ്, ഇതാണ് അവിടുത്തെ പോയിന്റ്. സീൽഡ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഷാഫ്റ്റ് സീലിന്റെ ആവശ്യം വരുന്നില്ല. 29ാമത്തെ ചോദ്യം വൈ ഫ്രോസ്റ്റ് ഫ്രീ മോഡൽ റെഫ്രിജറേറ്റർ ടേക്സ് ലെസ് ഫ്രീസിംഗ് ടൈം ഓഫ് പ്രൊഡക്ട്സ്. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ പെട്ടെന്ന് ഫ്രീസിംഗ് ടൈം, അതായത് ഫ്രീസിംഗ് ടൈം വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഫോഴ്സ്ഡ് എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ടാണോ, നാച്ചുറൽ എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ടാണോ, ലോ ടെമ്പറേച്ചർ സെറ്റിംഗ് ആണോ, ഹൈ ടെമ്പറേച്ചർ സെറ്റിംഗ് ആണോ? നമുക്കറിയാം ഫോഴ്സ്ഡ് എയർ സർക്കുലേഷൻ ഉള്ളത് കാരണം എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഫ്രീസിംഗ് പ്രൊഡക്റ്റ് ഒക്കെ ഫ്രീസ് ആയി കിട്ടും. ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം. 30ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി റീസൺ ഇഫ് റെഫ്രിജറേറ്റർ റൺസ് നോർമലി ബട്ട് നോ കൂളിംഗ് ഇഫക്റ്റ്. റെഫ്രിജറേറ്റർ നോർമൽ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് പക്ഷെ കൂളിംഗ് ഇഫക്റ്റ് തീരെ ഇല്ല, എന്താണ് അതിന്റെ കാരണം? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്താണ് അതിന്റെ കാരണം? ലീക്കേജ് ഓഫ് റെഫ്രിജറന്റ് ആണോ? അതെ, നമുക്കറിയാം റെഫ്രിജറന്റ് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളിംഗ് എഫക്റ്റ് വല്ലാണ്ട് കിട്ടത്തില്ല. 31ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ബൈമെറ്റൽ തെർമോസ്റ്റാക്സ് ഇൻ ഓൺ പൊസിഷൻ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ബൈമെറ്റൽ തെർമോ ഓൺ എന്നുള്ള പൊസിഷനിൽ സ്റ്റക്ക് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വരുന്ന ഇഫക്റ്റ് എന്ന് ചോദിക്കുന്നത്. ബൈമെറ്റൽ തെർമോ സ്റ്റക്ക് ആയിരിക്കുക, അങ്ങനെ ഓൺ പൊസിഷനിൽ സ്റ്റക്ക് ആയിരിക്കുക. അപ്പൊ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവാൻ പാടില്ല, അവിടെ കൂളിംഗ് ഉണ്ടാവില്ല. കാരണം ബൈമെറ്റൽ തെർമോ ഓൺ എന്നുള്ള പൊസിഷനിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ഇനി 32ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് കണ്ടാമിനേഷൻ ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം.
റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്താ വരിക? ഹൈ ഹീറ്റിംഗ് ആണോ, പ്യൂർ കൂളിംഗ് ആണോ, ലോ പ്രഷർ ആണോ, ലോ ഹ്യൂമിഡിറ്റി ആണോ? അത് നമുക്ക് റെഫ്രിജറന്റിൽ വല്ല വാട്ടറും എയറും കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പുവർ കൂളിംഗ് ആണ് കിട്ടുക. ഇനി 33ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കോസ് ഫോർ റെഫ്രിജറേറ്റർ ഡോർ ഗ്യാപ്പ് അറ്റ് ക്ലോസിംഗ് പൊസിഷൻ? നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാലും അവിടെ ഡോറിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം ലെവലിലല്ല, അതായത് ഫ്ലോർ ലെവല് അൺഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോർ എന്ത് ചെയ്യില്ല, കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യത്തില്ല. ഇനി 34ാമത്തെ ചോദ്യം, വിച്ച് കമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ടു പ്രിവെന്റ് എയർ എൻ്ററിങ് ദി റെഫ്രിജറേറ്റർ ക്യാബിനറ്റ്? റെഫ്രിജറേറ്റർ ക്യാബിനറ്റിലേക്ക് എയർ എൻ്റർ ആവുന്നതിന് തടയുന്നത് ഏത് ഡിവൈസ് ആണെന്ന് ചോദിക്കുന്നത്. തെർമോസ്റ്റാറ്റ് അല്ല, ഡോർ പെയിന്റ് അല്ല, ഡോർ ഹിഞ്ചും അല്ല, എന്താ, ഡോർ ഗ്യാസ്കറ്റ് ആണ് എയർ എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നത്. 35ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റിസൾട്ട് ഇഫ് ഡിസ്ചാർജ് റീഡ് ഈസ് ബ്രോക്കൺ ഇൻ ഓപ്പൺ ടൈപ്പ് കംപ്രസർ? നമുക്കറിയാം ഡിസ്ചാർജ് റീഡ് വാൽവ് ബ്രോക്കൺ ആയിക്കാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ടൈപ്പ് കംപ്രസറിൽ ബ്രോക്കൺ ആയിക്കാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, പമ്പിങ് ഉണ്ടാവില്ല, നോ പമ്പിങ് ആണ്. ഓക്കെ ആണോ? നമുക്കിനി കംപ്രസർ മോട്ടർ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്ഷൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് കണക്ട് ദി piston with the small end of connector rod in a reciprocating compressor? piston with small end of connector rod, അത് ഏത് ഭാഗമാണ് കൊടുക്കുന്നത്? പിസ്റ്റൺ പിൻ ആണോ, പിസ്റ്റൺ ബോൾട്ട് ആണോ, പിസ്റ്റൺ റിങ്സ് ആണോ, പിസ്റ്റൺ സ്ലീവ് ആണോ? പിസ്റ്റൺ പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിസ്റ്റണേയും കണക്ടർ റോഡിന്റെ സ്മാൾ എൻഡും കണക്ട് ചെയ്യുന്നത്. ഇത് പിസ്റ്റൺ ഉണ്ട് എഴുതിക്കോളൂ, ഇവിടെ കണക്ടർ റോഡ് ഉണ്ട് എഴുതിക്കോളൂ. അപ്പൊ ഈ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു പിസ്റ്റൺ പിന്ന് കടത്തി വെക്കും. അങ്ങനെ ഇത് രണ്ടും അവിടെ നിന്നോളും. 2ാമത്തെ ചോദ്യം, അപ്പൊ ഉത്തരം പിസ്റ്റൺ പിന്നാണ് ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ? ഈ കൊടുത്തിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഡി സി മോട്ടോർ അല്ല, നമുക്കറിയാലേ. പിന്നെ സ്ക്വിറൽ ഗേജ് ആണോ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണോ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണോ? നമുക്ക് ഇവിടെ കണ്ടില്ലേ, 3 കണക്ഷനൊക്കെ വരുന്നുണ്ടല്ലേ. ഇത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. നമുക്ക് എന്തായാലും ഇങ്ങനൊന്നും ചോദിക്കത്തില്ല, ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. 3ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ കൺട്രോൾ? ഇലക്ട്രോ മെക്കാനിക്കൽ കൺട്രോൾ ആയിട്ടുള്ള ഈ ഡിവൈസിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താ, സ്പീഡ് ഒരു 70-75% സ്പീഡ് ആകുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, അവിടെ സെൻട്രിഫ്യൂജൽ സ്വിച്ച് ഉപയോഗിക്കില്ലേ, ആ ഡിവൈസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം, വിച്ച് വൈൻഡിങ് ഈസ് മെയ്ഡ് ഓഫ് തിൻ വയർ ഇൻ സിംഗിൾ ഫേസ് മോട്ടോർ? സിംഗിൾ ഫേസ് മോട്ടോറിൽ തിൻ വയർ കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വിച്ച് വൈൻഡിങ്, ഏത് വൈൻഡിങ് ആണ് വളരെ തിന്നായിട്ടുള്ള വയർ കൊണ്ട് സിംഗിൾ ഫേസ് മോട്ടോറിൽ കൊടുത്തിട്ടുള്ളത്? വളരെ തിന്നായിട്ടുള്ള വൈൻഡിങ് ഏതാണെന്ന് ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. മെയിൻ വൈൻഡിങ് ആണോ? മെയിൻ വൈൻഡിങ് അല്ല. സീരീസ് ആണോ? അല്ല. സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് നമ്മൾ വളരെ തിന്നായിട്ടുള്ള വയർ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇങ്ങനത്തെ കംപ്രസർ നമ്മൾ പഠിച്ചില്ലേ, ഇതിൽ എക്സ് എന്ന് കൊടുത്തുള്ള ഈ ഭാഗത്തിന്റെ പേരെന്താ? എന്ത് ചെയ്യും, സക്ഷനിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സക്ഷൻ എടുക്കും, എന്നിട്ട് ഡിസ്ചാർജ് ഇങ്ങനെ വരും. അപ്പൊ ഈ ഭാഗം എന്ത് ചെയ്യും, ഇവിടെ വന്നിങ്ങനെ തടയൂലേ, അല്ലെങ്കിൽ ഈ ഡിസ്ചാർജ് പോണ ഭാഗം പിന്നെ സക്ഷനിലേക്ക് വരില്ലേ. അപ്പൊ ഇതൊരു ക്രൂഷ്യൽ കമ്പൗണ്ട് ആണ്. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്, ഈ കമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അത് റോട്ടോർ ആണോ? റോട്ടോർ അല്ല അല്ലെ, റോട്ടോർ നമുക്കറിയാം, ഇതാണ് റോട്ടോർ. ബ്ലേഡ് ആണോ? പിസ്റ്റൺ അല്ല. ഹൗസിംഗ് ആണോ? ഹൗസിംഗും അല്ല. അതിന്റെ ഉത്തരം എന്താ? ബ്ലേഡ് ആണ് അതിന്റെ ഉത്തരം. ബ്ലേഡ് എന്ത് ചെയ്യും, ഇവിടെ സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് കോണ്ടാക്ടിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. 6ാമത്തെ ചോദ്യം, ഈ ടൈപ്പ് കംപ്രസറിൽ ഈ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരുന്ന ഈ ഭാഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? സ്വാഷ് പൈറ്റ് ആണ്. സ്വാഷ് പൈറ്റ് ഏത് കംപ്രസറിൽ ഉപയോഗിക്കും ചോദിക്കും കേട്ടോ. 7ാമത്തെ ചോദ്യം, വിച്ച് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് സ്ലിപ്പ് ഓഫ് എ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഇൻ പെർസെൻറ്റേജ്? പെർസെൻറ്റേജ് സ്ലിപ്പ് എങ്ങനെ കാണാം? NS മൈനസ് NR ബൈ NS ഇൻറ്റു 100. 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഈ എക്സ് എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്.
ഏതാ അതിന്റെ പേര് റോട്ടോർ ആണ്. 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ഇൻ ഹെർമെറ്റിക് ഡോം ഓഫ് റോട്ടറി കംപ്രസർ? റോട്ടറി കംപ്രസറിന്റെ ഹെർമെറ്റിക് ഡോമിലുള്ള റെഫ്രിജറന്റിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ഇൻ ഹെർമെറ്റിക് ഡോം ഓഫ് റോട്ടറി കംപ്രസർ? അത് ലോ പ്രഷർ ലിക്വിഡ് ആണോ, ഹൈ പ്രഷർ ലിക്വിഡ് ആണോ, ലോ പ്രഷർ വേപ്പർ ആണോ, ഹൈ പ്രഷർ വേപ്പർ ആണോ? വാട്ട് ഈസ് ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ഇൻ ഹെർമെറ്റിക് ഡോം ഓഫ് റോട്ടറി കംപ്രസർ? നമുക്കറിയാം ലിക്വിഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കംപ്രസറിലേക്ക് പോകത്തില്ല. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പിന്നെ ഹെർമെറ്റിക് ഡോമിലെത്തുമ്പോൾ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ഹൈ പ്രഷർ വേപ്പർ ആണ് ഇതിന്റെ ഉത്തരം. 10ാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ? തന്നിരിക്കുന്നതിൽ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ ഏതാണ്? സെൻട്രിഫ്യൂജൽ ആണോ, സ്ക്രോൾ ആണോ, വാട്ടർ പമ്പ് ആണോ, ഓയിൽ പമ്പ് ആണോ? കംപ്രസർ അല്ലേ, അപ്പൊ ഏതാ? സ്ക്രോൾ കംപ്രസർ ആണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ. 11ാമത്തെ ചോദ്യം, അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാ? സ്ക്രോൾ കംപ്രസർ ആണ്. ഏതാണ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ, സ്ക്രോൾ കംപ്രസർ ആണ്. ഇനി വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദി ടെർമിനൽ ഓഫ് എ കംപ്രസർ മോട്ടോർ? കംപ്രസർ മോട്ടോറിന്റെ സ്റ്റാർട്ട് റണ്ണ് കോമൺ ടെർമിനൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഏത് ഡിവൈസ് വെച്ചിട്ടാ? നമുക്കറിയാല്ലേ, ഓമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, രണ്ട് ടെർമിനലിന്റെ ഇടയിൽ വളരെ ഉയർന്ന റെസിസ്റ്റൻസും വേറെ രണ്ട് ടെർമിനലിന്റെ ഇടയിൽ വളരെ താഴ്ന്ന റെസിസ്റ്റൻസും ആണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഓമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് സിംഗിൾ ഫേസ് മോട്ടോർ? ഈ കൊടുത്തുള്ള സിംഗിൾ ഫേസ് മോട്ടോർ ഏതാണെന്ന് ചോദിച്ചത്. ഇത് ഷെൽഡ് പോൾ മോട്ടോർ ആണോ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് റൺ മോട്ടോർ ആണോ, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ ആണോ, റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ ആണോ? ഇത് നമുക്കറിയാം, ഇതെന്താ PSC മോട്ടോർ അല്ലേ. ഇത് കപ്പാസിറ്റർ റണ്ണ് ഇൻഡക്ഷൻ മോട്ടോറാണ്. കപ്പാസിറ്ററിൽ റൺ ചെയ്യും ഇൻഡക്ഷൻ, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ PSC മോട്ടോറാണ് ഈ കൊടുത്തിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം, വിച്ച് മോട്ടോർ ഹാസ് ദി ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളത് ഏതാണ്? CSIR-നാണോ, CSR-നാണോ, RSIR-നാണോ, PSC-ക്കാണോ? നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മോട്ടോർ ഇതല്ലേ, അതിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയി പഠിക്കണത് എന്താ? അതിന് ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ള മോട്ടോർ ഏതാ? റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ ആണെന്നല്ലേ. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം, വിച്ച് വൈൻഡിങ് ഈസ് മെയ്ഡ് ഓഫ് തിക്ക് വയർ ഇൻ സിംഗിൾ ഫേസ് മോട്ടോർ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ വളരെ കനം കൂടിയ വയർ കൊണ്ട് ഉണ്ടാക്കുന്ന വൈൻഡിങ് ഏതാ? നമ്മൾ പഠിച്ചു, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എല്ലാം നമുക്കറിയാം അല്ലേ. ഏതാ? റണ്ണിങ് വൈൻഡിങ് ആണ്. കനം കൂടിയ വയർ കൊണ്ട് ഉണ്ടാക്കുക, കനം കുറഞ്ഞ വയർ കൊണ്ട് ഏതാ ഉണ്ടാക്കുക? സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്. 15ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കംപ്രസർ യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ? നമ്മൾ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന കംപ്രസർ ഏതാ? പണ്ട് കാലത്ത് ഹെർമെറ്റിക് കംപ്രസർ ആയിരുന്നു, ഇപ്പോൾ ചില ഫ്രിഡ്ജിലൊക്കെ മാറ്റുന്നുണ്ട്. എന്തായാലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം ഇത് കൊടുക്കാം, ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ ആണെന്ന് കൊടുക്കാം. ഇനി വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഈ സ്വിച്ചിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. റോട്ടോർ ആണോ, സ്റ്റാർട്ടർ ആണോ, മെയിൻ വൈൻഡിങ് ആണോ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആണോ? നമുക്കറിയാലേ, ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഇതാണോ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇല്ലേ, ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഈ മോട്ടോറിന്റെ സ്പീഡ് ഒരു 75% ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ സർക്യൂട്ട് ഒന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച് ആണ് ഇത്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് റോട്ടർ ഈസ് യൂസ്ഡ് ഇൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ? 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഉപയോഗിക്കുന്ന റോട്ടർ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാലോ, സ്ക്വിറൽ കേജ് റോട്ടറാണ് നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഉണ്ടാക്കുക, സ്ക്വിറൽ കേജ് റോട്ടർ ഉണ്ടാക്കുക. 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ സെറ്റ് ഇൻ തെർമോസ്റ്റാറ്റ് ദാറ്റ് സ്റ്റോപ്സ് ദി കംപ്രസർ മോട്ടോർ? ഏത് ടെമ്പറേച്ചർ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക തെർമോസ്റ്റാറ്റിൽ? അത് നമ്മുടെ കംപ്രസറിന് സ്റ്റോപ്പ് ആകും. കംപ്രസർ മോട്ടോർ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റിനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ കട്ടിൻ എന്നാണോ വിളിക്കുക, കട്ട് ഔട്ട് എന്നാണോ വിളിക്കുക? നമുക്കറിയാലേ, ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കുക? കട്ട് ഔട്ട് ടെമ്പറേച്ചർ കൊടുക്കുക. ഓൺ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? കട്ടിൻ ടെമ്പറേച്ചർ കൊടുക്കും. അപ്പോൾ വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ സെറ്റ് ഇൻ തെർമോസ്റ്റാറ്റ് ദാറ്റ് സ്റ്റോപ്പ് ദി കംപ്രസർ മോട്ടോർ എന്നാണ്. അപ്പോൾ ഉത്തരം ഏതാ വരിക? കട്ട് ഔട്ടാണ് വരിക. ഇനി വാട്ട് ഈസ് നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ റോട്ടറി കംപ്രസർ? നമ്മൾ പഠിച്ചാലേ, ഇതിന്റെ പേരെന്തായിരുന്നു? ബ്ലൈഡ് ആയിരുന്നു ഇല്ലേ, അല്ലെ? ഇത് വേറൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചാലേ, റോട്ടറി കംപ്രസറിൽ ഈ എക്സ് എന്ന് കൊടുക്കുന്ന ഈ ഭാഗത്തിന്റെ പേരെന്താ? ബ്ലൈഡ് അല്ല, ബ്ലൈഡ് നമുക്ക് അറിയാം. പിന്നെ ഏതാ? സിലിണ്ടർ അല്ല, എക്സെൻട്രിക് കാം ആണ് അതിന്റെ ഉത്തരം. 21ാമത്തെ ചോദ്യം, വിച്ച് ലൂബ്രിക്കന്റ് ഓയിൽ ഈസ് യൂസ്ഡ് ഫോർ ഇൻ സ്വാഷ് പ്ലേറ്റ് ഓഫ് R134A കംപ്രസർ?
R134A എന്നുള്ള റെഫ്രിജറന്റ് ഉപയോഗിക്കുന്ന കംപ്രസറിൽ അതിൽ സാഷ് പ്ലേറ്റിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റ് ഓയിൽ ഏതാ? ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ, കാരണം R134 നമ്മൾ ഓട്ടോമൊബൈലിലെല്ലാം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റ് ഓയിൽ ഏതാണ്? PAG എന്നാണ് ഉത്തരം. വിച്ച് വാൽവ് ഈസ് ക്ലോസ്ഡ് ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് ഇൻ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ? കംപ്രഷൻ സ്ട്രോക്കിൽ ഏത് വാൽവാണ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൽ അടഞ്ഞിരിക്കുക? സർവീസ് വാൽവ് ആണോ, ലിക്വിഡ് ലൈൻ വാൽവ്, ഡിസ്ചാർജ് ആണോ, സെക്ഷൻ വാൽവ് ആണോ? നമുക്കറിയാം സെക്ഷൻ വാൽവ് എന്താ, അത് എയർ ഇങ്ങോട്ട് കൊടുക്കണതല്ലേ. അപ്പോൾ കംപ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അടഞ്ഞിരിക്കണം. അപ്പോൾ സെക്ഷൻ വാൽവ് എന്ത് ചെയ്യും? കംപ്രഷൻ സ്ട്രോക്കിൽ അടഞ്ഞിരിക്കും. 23ാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ പ്രഷർ ടെസ്റ്റിംഗ് ദി കംപ്രസർ ഡോം? കംപ്രസർ ഡോം പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ? നമുക്കറിയാലേ, നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുക. നൈട്രജൻ ആണ് അതിന്റെ ഉത്തരം. വിച്ച് കൂളിംഗ് മീഡിയം ഈസ് യൂസ്ഡ് ടു കൂൾ ദി മോട്ടോർ ഓഫ് എ ഹെർമെറ്റിക് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ഇൻ AC? ACയിലെ ഹെർമെറ്റിക് റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൽ നമ്മൾ ഏത് കൂളിംഗ് മീഡിയം ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മോട്ടറിനെ കൂളാക്കുക? ഡിസ്ചാർജ് വേപ്പർ ഉപയോഗിച്ചിട്ടാണോ, അതോ ലിക്വിഡ് റെഫ്രിജറന്റ് ആണോ, അതോ സക്ഷൻ വേപ്പർ ആണോ, വാട്ടർ ഉപയോഗിച്ചിട്ടാണോ? നമുക്കറിയാം സക്ഷൻ വേപ്പർ തന്നെ കുറച്ചാണ് കൊടുത്തിട്ടല്ലേ നമ്മളത് ഇതൊക്കെ ചെയ്യാം, അതിനെ കൂൾ ചെയ്യാം. അപ്പൊ സക്ഷൻ വേപ്പർ ആണ് അതിന്റെ ഉത്തരം. 25ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിംഗ് എ 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ? ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക? തന്നിരിക്കുന്ന ഈ മെത്തേഡിൽ 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചത്. ഇത് സ്റ്റാർട്ടിംഗ് റിലേ ആണോ, യൂസിങ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണോ, വിത്ത് റണ്ണിങ് കപ്പാസിറ്റർ ആണോ, ആഡ് റെസിസ്റ്റൻസ് ടു റോട്ടർ വൈൻഡിങ് ആണോ? നമുക്കറിയാം 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ എന്ത് ചെയ്യും? റോട്ടർ വൈൻഡിങ്ങിലേക്ക് ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇനി 26ാമത്തെ ചോദ്യം, വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് ദി റോട്ടർ ബാർസ് ഇൻ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ? നമ്മൾ സ്ക്വിറൽ കേജിൽ എന്ത് ചെയ്യും? ഒരുപാട് റോട്ടറുകൾ, അതിന്റെ റോട്ടറിന്റെ ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ റോട്ടർ ഉണ്ടാക്കുക അല്ലെ. ആ റോട്ടറിനെ എല്ലാം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനത്തിന്റെ പേരെന്താ? റോട്ടർ എല്ലാം കൂടി ഒരുമിച്ച് നിർത്തണ്ടേ, അതിന്റെ പേരെന്താ? സ്ക്രൂ ഉപയോഗിച്ചിട്ടാണോ അതിനെ ഒരുമിച്ച് നിർത്തുക? വെൽഡ് ചെയ്യാണോ ചെയ്യുക? വെൽഡ് ചെയ്യാനല്ല അല്ലെ, നെറ്റ് ആൻഡ് ബോൾട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതുമല്ല, എന്ത് ചെയ്യും? നമ്മൾ ഒരു എൻഡ് റിങ് കൊടുക്കും, എന്നിട്ട് എല്ലാ റോട്ടർ ഭാഗം കൂടി എന്ത് ചെയ്യും? അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ എൻഡ് റിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലെ റോട്ടർ ബാർസിനെ ഒരുമിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാം. 27ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്നത്. ഇംപ്രൂവ് പവർ ഫാക്ടർ ആണോ, ഡിഗ്രീസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണോ, ഇൻക്രീസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണോ, ഡിസ്കണക്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ആണോ? സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഡിസ്കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? സെൻട്രിഫ്യൂജൽ സ്വിച്ച് ഉപയോഗിക്കും. സ്റ്റാർട്ടിംഗ് ടോർക്കിന് എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടുക വേണ്ടത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? ഇൻക്രീസ് ദി സ്റ്റാർട്ടിംഗ് ടോർക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഉപയോഗിക്കുക. ഇനി വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് എ ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ ഇൻ റെഫ്രിജറേറ്റർ? ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. സൈലന്റ് ഓപ്പറേഷൻ ആണോ? അതെ, സൈലന്റ് ആണ്. കാരണം എന്താ? എല്ലാം കൂടി സീൽ ആയതുകൊണ്ട് പുറത്തേക്ക് വല്ലാണ്ട് സൗണ്ട് ചോദിക്കില്ല. ഈസിലി സർവീസബിൾ ആണോ? അല്ല, അതിന്റെ ഡോം വെൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോം എല്ലാം കട്ട് ചെയ്യണം. നോയ്സ് ഈസ് മോർ, നോയ്സ് സൈലന്റ് ആണ്. അപ്പൊ അതല്ല ഉത്തരം. കോസ്റ്റ് ഹൈ ആണ്, കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൂടാൻ പറ്റില്ല. അഡ്വാൻറ്റേജ് ആയിട്ടപ്പോൾ സൈലന്റ് ഓപ്പറേഷൻ ആണ് ഉത്തരം. ഇനി 29ാമത്തെ ചോദ്യം, വിച്ച് മൂവ്മെന്റ് ഓഫ് ദി സ്ക്രോൾ കംപ്രസർ ദി ലോ പ്രഷർ വേപ്പർ ഇൻ സ്ക്രോൾ കംപ്രസർ? സ്ക്രോൾ കംപ്രസറിന്റെ ഏത് മൂവ്മെന്റ് ആണ് നമ്മൾ ലോ പ്രഷർ വേപ്പറിനെ കംപ്രസ് ചെയ്യാം? ഏത് മൂവ്മെന്റ് ആണ്? സ്ക്രോൾ കംപ്രസർ അല്ലേ, അതിന്റെ ഉത്തരം ഏതായാലും മൂവ്മെന്റ് ഏതാ? ഓർബിറ്റൽ ടൈപ്പ് മൂവ്മെന്റ് ചെയ്യാം അല്ലെ. സ്ക്രോൾ അല്ലേ, ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കംപ്രസർ അല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ ആ മൂവ്മെന്റിന്റെ പേരെന്താണ്? ഓർബിറ്റൽ മൂവ്മെന്റ് ആട്ടോ, ഓർബിറ്റൽ മൂവ്മെന്റ് ആണ്. ഇനി വിച്ച് കപ്പാസിറ്റർ ഈസ് ഡിസ്കണക്റ്റഡ് ബൈ റിലേ ഇൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് ഇൻഡക്ഷൻ റൺ മോട്ടോർ? നമുക്കറിയാം സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കുക. വാട്ട് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദി സിങ്ക്രണസ് സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ? നമുക്കറിയാം അല്ലെ, NS = 120 f/p. NS = 120 f/p എന്നാണ് ഉത്തരം. 32ാമത്തെ ചോദ്യം, ഹൗ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ 3-phase ഇൻഡക്ഷൻ മോട്ടോർ? 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ അതിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യാം? നമുക്ക് എന്തായാലും ഏതെങ്കിലും രണ്ട് ഫേസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ തന്നെ അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറും. ഇനി 33ാമത്തെ ചോദ്യം,
ഹൗ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി സിങ്ക്രണസ് സ്പീഡ് ആൻഡ് ആക്ച്വൽ റോട്ടർ സ്പീഡ് സ്പെസിഫൈഡ്. നമുക്കറിയാം സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ, സ്ലിപ്പ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് ആക്ച്വൽ റോട്ടർ സ്പീഡ് നമ്മൾ എന്ത് വിളിക്കും, സ്ലിപ്പ് എന്ന് വിളിക്കും. ഇനി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ലാപ്പ് ചെയ്യണ പ്രോസസ്സിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഉരക്കൂല നമ്മള്. കംപ്രസർ വാൽവ് പ്ലേറ്റ് നമ്മൾ ലാപ്പ് ചെയ്യൂലേ, ആ പ്രോസസ്സിന്റെ പേരെന്താ, എന്താണ്, ലാപ്പിംഗ് ആണ്. ഇനി 35ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് കപ്പാസിറ്റർ ഇൻ PSC ഓപ്പറേറ്റഡ് ഇൻഡക്ഷൻ മോട്ടോർ. PSC ഓപ്പറേറ്റഡ് ഇൻഡക്ഷൻ മോട്ടോറിൽ കപ്പാസിറ്ററിന്റെ ഉപയോഗം എന്താ, അത് അതിന്റെ പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യും. PSC മോട്ടോറിൽ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ ഫാക്ടറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രി സ്റ്റാർട്ടിംഗ് ടോർക്ക്, നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടത്. ക്യാൻസർ സ്റ്റാർട്ടിംഗ് ടോർക്ക് അതുമല്ല, ഡിഗ്രീസ് ദി പവർ ഫാക്ടർ അതുമല്ല, അപ്പൊ എന്താ, ഇംപ്രൂവ് ദി പവർ ഫാക്ടർ ആണ്. ഇനി 36ാമത്തെ ചോദ്യം, വിച്ച് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ഹെർമെറ്റിക് കംപ്രസർ. ഹെർമെറ്റിക് കംപ്രസറിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്താ, എന്ത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. എന്താണോ, ബോഡി ഹൈറ്റ് അല്ലേ, ഒരു കണക്ഷൻ നമ്മൾ ബോഡി ഹൈറ്റിലോട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ എന്താണത്, ഗ്രൗണ്ടഡ് കംപ്രസർ മോട്ടോർ ആണോ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. ഒന്ന് ബോഡിയിലോട്ടും ഒന്ന് ഒരു വൈൻഡിങ്ങിൽ ഒരു ടെർമിനലോട്ടും അല്ലേ. അപ്പൊ ബോഡിയിലേക്ക് കറണ്ട് പോകണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ. 37ാമത്തെ ചോദ്യം, വേർ ദി റെഫ്രിജറന്റ് വേപ്പർ ഈസ് കംപ്രസർ ഇൻ സ്കോൾ കംപ്രസർ. സ്കോൾ കംപ്രസറിലെ റെഫ്രിജറന്റ് വേപ്പർ എവിടെ വെച്ചിട്ടാണ് കംപ്രസ് ആവുക, ഫിക്സഡ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് സ്കോളിലാണോ, അതോ ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഓർബിറ്റിംഗ് സ്കോളിലാണോ, കാങ്ക് ആൻഡ് കണക്ടർ ഹോളിലാണോ, ഇതെല്ലാം എക്സെൻട്രിക് ആൻഡ് സിലിണ്ടർ ഇതുമല്ല. നമുക്കറിയാം അല്ലെ, ഫിക്സഡും ഓർബിറ്റൽ സ്കോൾസ് ആണ്. ആദ്യം തന്നെ ഇത് പോയി കറപ്പിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇത് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് സ്കോൾ സ്കോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓർബിറ്റിംഗ് മൂവ്മെന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫസ്റ്റ് ഓപ്ഷൻ എ കറപ്പിക്കാൻ വളരെ ചാൻസ് കൂടുതലുണ്ട് ഇവിടെ. പക്ഷെ അതിന്റെ ഉത്തരം എന്താ, ഫിക്സഡ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് സ്കോൾ ആണ്. നമ്മൾ ഒരിക്കലും സ്കോൾ എന്ത് ചെയ്യില്ല, റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ഇല്ല, ഓർബിറ്റിംഗ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് സക്ഷൻ ബാഫിൾ ഇൻ എ സ്കോൾ കംപ്രസർ. നമ്മൾ സ്കോൾ കംപ്രസറിൽ സക്ഷൻ ബാഫിൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് സക്ഷൻ ബാഫിൾ ഇൻ എ സ്കോൾ കംപ്രസർ. സ്കോൾ കംപ്രസറിൽ സക്ഷൻ ബാഫിളിന്റെ ഉപയോഗം എന്താ, നമുക്കറിയാം. ബാഫിൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക, റെഡ്യൂസ് നോയ്സ് ഓഫ് കംപ്രസർ ആണ് അല്ലെ. ഇനി 39ാം ചോദ്യം, വിച്ച് ഈസ് ഡിസ്കണക്റ്റഡ് ബൈ സെൻട്രിഫ്യൂജൽ സ്വിച്ച് ഇൻ RSIR മോട്ടോർ. RSIR മോട്ടോറിൽ സെൻട്രിഫ്യൂജൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനാണ്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനാണ് ഡിസ്കണക്ട് ആക്കുക. വാട്ട് ഈസ് ദി റീസൺ ഫോർ പുവർ കംപ്രഷൻ. പുവർ കംപ്രഷനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ലെസ് ക്ലിയറൻസ് വോളിയം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല കംപ്രഷൻ ഉണ്ടാവുക ചെയ്യാം. ഇനി ഗുഡ് ലൂബ്രിക്കേഷൻ ഓൺ മൂവിംഗ് പാർട്ട്, അതല്ല ഉത്തരം. നല്ല ലൂബ്രിക്കേഷൻ നമുക്ക് ഗുണമാണ്. ലാപ്ഡ് വാൽവ് പ്ലേറ്റ് ആൻഡ് റീഡ് സീറ്റ്, ലാപ്പ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവുക. സ്ക്രാച്ചസ് ഓൺ ദി പിസ്റ്റൺ സർഫസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്യുവർ കംപ്രഷൻ ഉണ്ടാവുക. വാട്ട് ഈസ് ദി റീസൺ ഫോർ സ്വാഷ് പ്ലേറ്റ് കംപ്രസർ ഫെയിലിയർ ഇൻ കാർ AC. കാർ ACയിലെ സ്വാഷ് പ്ലേറ്റ് കംപ്രസർ ഫെയിൽ ആവാനുള്ള കാരണം എന്താ, നമുക്കറിയാം. ഓയിൽ ലെവൽ വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഷ് പ്ലേറ്റ് കംപ്രസർ ഫെയിൽ ആവും. ഓയിൽ ലെവൽ മീഡിയം ആണെങ്കിലല്ല, തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധമല്ല, റെഫ്രിജറന്റ് ചാർജ് നോർമൽ ആണ് അതുമായിട്ട് ബന്ധമല്ല. കംപ്രസർ ഫെയിൽ ആവാൻ ഓയിൽ ലെവൽ വളരെ ലോ ആണെങ്കിൽ എന്ത് ചെയ്യും, കംപ്രസർ ഫെയിൽ ആവും. കാറിൽ ഉപയോഗിക്കുന്ന കംപ്രസറിന്റെ പേര് സ്വാഷ് പ്ലേറ്റ് കംപ്രസർ ആണ്. 42ാം ചോദ്യം, വൈ ദി ടോപ്പ് ഓഫ് ഡോം ഈസ് ഹോട്ട് ഇൻ എ സ്കോൾ കംപ്രസർ. സ്കോൾ കംപ്രസറിൽ അതിന്റെ ഡോമിന്റെ മുകൾ ഭാഗം വളരെ ചൂട് കൂടാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താ, ഡിസ്ചാർജ് എവിടെ വരുന്നത്, ഡിസ്ചാർജ് പ്ലീനും ആ മുകൾ ഭാഗത്താണ് വരുന്നത്. ഇനി ഡിസ്ചാർജ് ആകുമ്പോൾ നല്ലോണം പ്രഷറും ടെമ്പറേച്ചറും കൂടും, അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യും, ചൂടാവും. 43ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് മോയിസ്റ്റ് എയർ പ്രസന്റ് ഇൻസൈഡ് ഇൻ എ ഹെർമെറ്റിക് സിസ്റ്റം. ഹെർമെറ്റിക് സിസ്റ്റത്തില് മോയിസ്റ്റ് എയർ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് മോയിസ്റ്റ് എയർ പ്രസന്റ് ഇൻസൈഡ് ഇൻ എ ഹെർമെറ്റിക് സിസ്റ്റം അല്ലെ. ഹെർമെറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പഠിച്ചതാണ്. കപ്പാസിറ്റി ഓഫ് കംപ്രസർ വിൽ ഇൻക്രീസ്, അതെല്ലാം. ലെസ് വിയർ ആൻഡ് ടിയർ ഇൻ കംപ്രസർ, അതുമല്ല. ഹാർംഫുൾ ദി കംപ്രസർ ആൻഡ് മോട്ടോർ, കാരണം എന്താ, മോയിസ്റ്റ് എയർ ആണെങ്കിൽ അവിടെ തുരുമ്പ് പിടിക്കും എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഹാർംഫുൾ ദി കംപ്രസർ ആൻഡ് മോട്ടോർ എന്നാണ്. കാരണം അവിടെ മോയിസ്റ്റ് എയർ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയ പിന്നെ ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയില്ല. 44, വാട്ട് ഈസ് ദി കോസ് ഓഫ് ഫോർ ഫ്രീക്വന്റ് ട്രിപ്പിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ വൈൽ സ്റ്റാർട്ടിംഗ് സിംഗിൾ ഫേസ് മോട്ടോർ. സിംഗിൾ ഫേസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് പോകാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുന്നത്. അവിടെ വൈൻഡിങ് ഷോർട്ട് ആയിട്ടാണ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മളെ ആ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുക. വൈൻഡിങ് ഷോർട്ട് ആണ് അതിന്റെ ഉത്തരം. ഇനി
നമുക്കിനി എക്സ്പാൻഷൻ വാൽവും അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇനി കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓപ്ഷൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് കണ്ടൻസർ യൂസ്ഡ് ഇൻ ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്റർ? ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ ഏത് ടൈപ്പ് കണ്ടൻസർ ആണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് കണ്ടൻസർ ആണ് ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുക? ഫിൻ ആൻഡ് ട്യൂബ് ആണോ, ഷെൽ ആൻഡ് ട്യൂബ് ആണോ, വയർ മെഷ് ആണോ, ട്യൂബിൻ ട്യൂബ് ആണോ? ഈ ഷെൽ ആൻഡ് ട്യൂബിൻ ട്യൂബ് ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുക? അത്യാവശ്യം വലിയ പ്ലാന്റിലല്ലേ ഉപയോഗിക്കാം. അപ്പോൾ ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്നത് ഏതാ? വയർ മെഷ് കണ്ടൻസർ ആണ് ഉപയോഗിക്കുക അല്ലെ? വയർ മെഷ് കണ്ടൻസർ ആണ് നമ്മൾ ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുക. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കണ്ടൻസർ ഈസ് ഡയറക്ട്ലി പ്ലേസ്ഡ് ഓൺ വാട്ടർ സ്പ്രേ ആൻഡ് എയർ? എയറിന്റെയും വാട്ടറിന്റെയും സ്പ്രേയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന കണ്ടൻസറിന്റെ പേരെന്താന്ന് ചോദിക്കുന്നത്. ഏത് കണ്ടൻസർ ആണ് നമ്മൾ നേരിട്ട് എയറിന്റെയും വാട്ടറിന്റെയും സ്പ്രേയിൽ പ്ലേസ് ചെയ്യുന്നത്? ഷെൽ ആൻഡ് ട്യൂബ് ആണോ? ഷെൽ ആൻഡ് ട്യൂബ് എന്താ? ഒരു ഷെല്ലിന്റെ ട്യൂബിന്റെ ഉള്ളിലൂടെ അല്ലേ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, വാട്ടറിന്റെ എയറിന്റെ സ്പ്രേയിൽ പ്ലേസ് ചെയ്യില്ല. പ്ലേസ് ചെയ്യുന്ന ഏതാ? ഇവാപ്പറേറ്റർ കണ്ടൻസർ ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എയറിന്റെയും അതുപോലെ തന്നെ വാട്ടറിന്റെയും സ്പ്രേയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കണ്ടൻസർ ഈസ് യൂസ്ഡ് ഇൻ വിൻഡോ എയർ കണ്ടീഷണർ? വിൻഡോ എ സിയിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഏതാ? ഫോഴ്സ്ഡ്, ഒരു ഫാൻ ഉപയോഗിച്ചുള്ള എന്തല്ലേ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ കണ്ടൻസർ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, വിൻഡോ എ സിയിൽ നമ്മൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ്ഡ് ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാ? കാപ്പില്ലറി ട്യൂബ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുക. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഈസ് കോൺസ്റ്റന്റ് റെഫറൻസ് ഫോർ ദി വർക്കിംഗ് ഓഫ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്? ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ വർക്കിംഗിൽ കോൺസ്റ്റന്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ എന്തിനെയാണ് എടുക്കുക? ഓൾ ടെമ്പറേച്ചർ അല്ല, നമുക്കറിയാം അല്ലെ, വോളിയം ഓഫ് എക്സ്പാൻഷനും അല്ല, ഡിസ്ചാർജ് പ്രഷർ അല്ല, നമ്മൾ ഏത് പ്രഷർ എടുക്കുക? സക്ഷൻ പ്രഷർ ആണ് നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ കോൺസ്റ്റന്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. സക്ഷൻ പ്രഷർ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വിച്ച് ഇസ് ദി കോൺസ്റ്റന്റ് റെഫറൻസ് ഫോർ ദി വർക്കിംഗ് ഓഫ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്? ഏതാണ്? സക്ഷൻ പ്രഷർ ആണ്. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ? നമ്മുടെ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇവാപ്പറേറ്റർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കുന്നത്. പ്ലേറ്റ് ഇവാപ്പറേറ്റർ ആണോ, അതോ ട്യൂബിൻ ട്യൂബ് ആണോ, ഷെൽ ആൻഡ് കോയിൽ ആണോ, ഷെൽ ആൻഡ് ട്യൂബ് ആണോ? ഏതാണ് നമ്മൾ നമ്മുടെ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുക? നമുക്കറിയാം, പ്ലേറ്റ് ഇവാപ്പറേറ്റർ ആണ് നമ്മൾ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇവാപ്പറേറ്റർ. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഇവാപ്പറേറ്റർ ഈസ് നോൺ ആസ് എക്സ്റ്റെൻഡഡ് സർഫസ് ഇവാപ്പറേറ്റർ? എക്സ്റ്റെൻഡഡ് സർഫസ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഇവാപ്പറേറ്റർ ഏതാ? ഫിൻഡ് ഇവാപ്പറേറ്റർ അല്ലേ? ഫിൻസ് എന്നുള്ളതിന് വേറൊരു പേരെന്താ? എക്സ്റ്റെൻഡഡ് സർഫസ് അല്ലേ? അപ്പൊ എക്സ്റ്റെൻഡഡ് സർഫസ്, ഫിൻസ് അന്ന് സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്, പക്ഷെ ഫിന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റെൻഡഡ് സർഫസ് ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മോഡേൺ റെഫ്രിജറേറ്റർ? മോഡേൺ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ എന്താ? PUF അല്ലെ? പോളിയൂറത്തൈൻ ഫോം ആണ്. എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫോം ആണ് ഇത്, പോളിയൂറത്തൈൻ ഫോം. ഇനി ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ടൂൾ? ഈ ടൂളിന്റെ പേരെന്താണ്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ അറിയാം അല്ലെ? എന്താ? കാപ്പില്ലറി ട്യൂബിന്റെ സൈസിങ് കിറ്റ് ആണ് ഈ ടൂള്. ഇനി പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ഇവാപ്പറേറ്റർ? ഇവാപ്പറേറ്ററിൽ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അത് അക്യുമുലേറ്റർ ആണ് കേട്ടോ, അക്യുമുലേറ്റർ ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി വിച്ച് കളർ ഈസ് യൂസ്ഡ് ഫോർ പെയിന്റിംഗ് കണ്ടൻസർ കോയിൽ? കണ്ടൻസർ കോയിലിന് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാ? ബ്ലാക്ക് കളറാണ്. ഇനി വാട്ട് ഈസ് ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റെഫ്രിജറന്റ് അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് കണ്ടൻസർ ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം? VCS നമ്മുടെ കണ്ടൻസറിന്റെ ഔട്ട്ലെറ്റിലെ റെഫ്രിജറന്റിന്റെ അവസ്ഥ ഏതാണ്? കണ്ടൻസർ അറിയാം അല്ലെ? കണ്ടൻസറിന്റെ ഔട്ട്ലെറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ചൂടെല്ലാം പോയിട്ട് എന്ത് ചെയ്യും? ഹൈ പ്രഷർ ആയിട്ടുള്ള ലിക്വിഡായി മാറൂലേ? അപ്പൊ ഹൈ പ്രഷർ ലിക്വിഡ് ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് യൂസ്ഡ് ആസ് എ സെക്കൻഡറി ഹീറ്റ് ട്രാൻസ്ഫർ സർഫസ്? ഇത്
ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഏതാ? പ്ലേറ്റ് അല്ലേ? പ്ലേറ്റ് ആട്ടോ ഉത്തരം. 14. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രയർ ഫിൽട്ടർ ഈസ് സ്യൂട്ടബിൾ ഫോർ HFC റെഫ്രിജറന്റ്? HFC റെഫ്രിജറന്റിൽ ഉപയോഗിക്കുന്ന ഡ്രയർ ഫിൽട്ടർ ഏതാണെന്ന് ചോദിക്കുന്നത്. അതേതാണ്? മോളിക്കുലർ സീവ് ടൈപ്പ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. മോളിക്കുലർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽട്ടർ ആണ് നമ്മൾ HFC റെഫ്രിജറന്റിന് വേണ്ടി ഉപയോഗിക്കുക. മോളിക്കുലർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽട്ടർ ആണ് നമ്മൾ HFC റെഫ്രിജറന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് കെമിക്കൽ സ്പ്രേയിങ് ഓൺ ഫിന്നഡ് കണ്ടൻസർ? ഫിന്നഡ് കണ്ടൻസറിന്റെ മുകളിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ സ്പ്രേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. അത് കണ്ടൻസർ ട്യൂബിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾ പുറത്തല്ല ചെയ്യണത്. ബ്ലോ ദി ഡസ്റ്റ് ഫ്രം ദി ഫിൻ ആണോ? അതുമല്ല. കറക്റ്റ് ദി ബെൻഡ് ഓൺ ഇൻ ദി ഫിൻസ് ആണോ? അതുമല്ല. എന്താണ്? റിമൂവ് ദി റെസ്റ്റ് ഓൺ ദി ഫിന്ന്. ആ ഫിൻസിൽ ഉണ്ടാകുന്ന റെസ്റ്റ് റിമൂവ് ചെയ്യാണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കെമിക്കൽ അതിന്റെ മുകളിൽ സ്പ്രേ ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം, 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കാപ്പില്ലറി ട്യൂബ് ആസ് ആൻ എക്സ്പാൻഷൻ ഡിവൈസ്? വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കാപ്പില്ലറി ട്യൂബ് ആസ് ആൻ എക്സ്പാൻഷൻ ഡിവൈസ്? കാപ്പില്ലറി ട്യൂബ് എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ടെമ്പറേച്ചർ ബാലൻസിങ് ഈസി ആണോ? അതല്ല. പ്രഷർ ബാലൻസിങ് എന്താണ്? ഈസി ആണ് അല്ലേ? പ്രഷർ ബാലൻസിങ് എന്താണ്? കാപ്പില്ലറി ട്യൂബ് ആണെങ്കിൽ വളരെ ഈസിയാണ്. 17ാമത്തെ ചോദ്യം, which component is connected in series with the defrost heater in a frost-free refrigerator? Frost-free refrigerator defrost heater സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാം, ബൈമെറ്റൽ തെർമോണ് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഡീഫ്രോസ്റ്റ് ഹീറ്ററുമായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഹൗ മച്ച് മിനിമം ഗ്യാപ്പ് ഈസ് ലെഫ്റ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി റെഫ്രിജറേറ്റർ ഫ്രം വാൾ ഡ്യൂറിംഗ് ഇൻസ്റ്റാളേഷൻ? നമുക്കറിയാം 15 സെന്റിമീറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഗ്യാപ്പ് ഇടും അല്ലേ? Where the dehydrator is installed in a refrigeration system? റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡീഹൈഡ്രേറ്റർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക? ഡിസ്ചാർജ് ലൈനിലാണോ? കാപ്പില്ലറി ലൈനിലാണോ? സക്ഷൻ ലൈനിലാണോ? ലിക്വിഡ് ലൈനിലാണോ? ഡീഹൈഡ്രേറ്റർ നമ്മൾ എവിടെ ഉപയോഗിക്കുക? ലിക്വിഡ് ലൈനിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 20ാമത്തെ ചോദ്യം, വിച്ച് ഡിവൈസ് മീറ്റേഴ്സ് ദി എമൗണ്ട് ഓഫ് റെഫ്രിജറന്റ് എൻ്ററിങ് ദി ഇവാപ്പറേറ്റർ ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ ഇവാപ്പറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന റെഫ്രിജറന്റിന്റെ അളവ് തീരുമാനിക്കുന്ന ഡിവൈസ് ഏതാണ്? അക്യുമുലേറ്റർ ആണോ? അക്യുമുലേറ്റർ അല്ല. ഹീറ്റ് എക്സ്ചേഞ്ചർ ആണോ? ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ല. ഫിന്നൽ ട്യൂബ് കണ്ടൻസർ ആണോ? ഫിന്നൽ ട്യൂബ് കണ്ടൻസർ അല്ല. ഏതാണ്? കാപ്പില്ലറി ട്യൂബ് ആണ് വിൻഡോ ACയിൽ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്ന റെഫ്രിജറന്റിന്റെ അളവ് മീറ്റർ ചെയ്യാം. 21ാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലഷിംഗ് ബ്ലോക്ക്ഡ് കാപ്പില്ലറി ട്യൂബ്? കാപ്പില്ലറി ട്യൂബ് ബ്ലോക്ക് ആയിട്ടുള്ളതിനെ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏത് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക്ഡ് കാപ്പില്ലറി ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുക? അൺബ്ലോക്ക് ചെയ്യാം. നമുക്കറിയാം അല്ലെ? ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് അൺബ്ലോക്ക് ആവും. വിച്ച് കമ്പൗണ്ട് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ബൈമെറ്റൽ തെർമൽ ഫ്രോസ്റ്റ്-ഫ്രീ റെഫ്രിജറേറ്റർ? റിപ്പീറ്റ് ചോദ്യമല്ലേ? റിപ്പീറ്റ് ചോദ്യമാണ്. ഏതാണ്? ഡീഫ്രോസ്റ്റ് ഹീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Which cooling medium is used to condense the refrigerant vapor in plate and tube condenser? Which cooling medium is used to condense the refrigerant vapor in plate and tube condenser? Plate and tube condenser അല്ലേ ഏത് കൂളിംഗ് മീഡിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടൻസ് ചെയ്യുക. റെഫ്രിജറന്റ് കണ്ടൻസ് ചെയ്യാം. എന്താ? നാച്ചുറൽ എയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടൻസ് ചെയ്യുക. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ടു ഫ്ലഷ് ഔട്ട് ദി കോയിൽ ഓഫ് എയർ കൂൾഡ് കണ്ടൻസർ? എയർ കൂൾഡ് കണ്ടൻസറിന്റെ കോയിലിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡ്രൈ നൈട്രജൻ ഉപയോഗിക്കുക. 25ാമത്തെ ചോദ്യം, വിച്ച് അപ്ലിക്കേഷൻ യൂസസ് ദി കാപ്പില്ലറി ട്യൂബ് എക്സ്പാൻഷൻ ഡിവൈസ്? വിച്ച് ആപ്ലിക്കേഷൻ യൂസസ് ദി കാപ്പില്ലറി ട്യൂബ് എക്സ്പാൻഷൻ ഡിവൈസ്? ഇതിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ കാപ്പില്ലറി ട്യൂബ് എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക? ഡൊമസ്റ്റിക് RACയിലാണോ? ഇൻഡസ്ട്രിയൽ ഐസ് പ്ലാന്റിലാണോ? ഇൻഡസ്ട്രിയൽ ഐസ് പ്ലാന്റിലാണോ? അല്ല. കൊമേഴ്ഷ്യൽ AC പ്ലാന്റിലാണോ? അതിലും അല്ല. ഹോസ്പിറ്റലിലല്ല. നമ്മൾ ഡൊമസ്റ്റിക് RAC യൂണിറ്റിലാണ് നമ്മൾ കാപ്പില്ലറി ട്യൂബ് ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം സിമ്പിൾ ആണ്. കാപ്പില്ലറി ട്യൂബ് സിമ്പിൾ ആണ്, പക്ഷെ ഇതിന് ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അതിന്. ഇനി വിച്ച് എക്സ്പാൻഷൻ വാൽവ് ഈസ് സൂട്ടബിൾ ഫോർ കോൺസ്റ്റന്റ് ലോഡ് ആപ്ലിക്കേഷൻ? കോൺസ്റ്റന്റ് ആയിട്ട് ലോഡ് പോകുന്നതിൽ നമ്മൾ ഏത് എക്സ്പാൻഷൻ ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുക? കോൺസ്റ്റന്റ് ലോഡ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് ഏതാ? കിങ് വാൽവ് ആണോ? റിലീഫ് വാൽവ് ആണോ? ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ആണോ? ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ് ആണോ? അതോ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ? ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ലോഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. 26ാമത്തെ ചോദ്യം,
വാട്ട് ഈസ് ദി ഫിസിക്കൽ ചേഞ്ച് ഓഫ് റെഫ്രിജറന്റ് ഇൻ ഇവാപ്പറേറ്റർ? ഇവാപ്പറേറ്ററിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ച്, റെഫ്രിജറന്റിന്റെ ഫിസിക്കൽ ചേഞ്ച് ഇവാപ്പറേറ്ററിൽ എന്ത് മാറ്റം ഉണ്ടാവുക റെഫ്രിജറന്റിന്? വരുമ്പോൾ എന്തായിരിക്കും? വരുമ്പോൾ നമ്മളെ നല്ല ലിക്വിഡ് ആവില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? ഹീറ്റ് എടുത്ത് എന്ത് ചെയ്യും? വേപ്പർ ആവൂലേ? അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവുക? ലിക്വിഡ് ടു വേപ്പർ ഉണ്ടാവുക കേട്ടോ. ലിക്വിഡ് ടു വേപ്പർ ആണ് നമ്മൾ ഇവാപ്പറേറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഐസ് ഓൺ ദി സർഫസ് ഓഫ് ഇവാപ്പറേറ്റർ? നമ്മൾ ഫ്രോസ്റ്റിങ്ങും ഡീഫ്രോസ്റ്റിങ്ങും പഠിച്ചല്ലേ. ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഐസ് ഉണ്ടാവുക. ഡീഫ്രോസ്റ്റ് എന്താണ്? ഐസിനെ മെൽറ്റ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഡീഫ്രോസ്റ്റിങ്. ഇനി 29ാം ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് ടൂൾ ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ? നമുക്കറിയാലേ കാപ്പിലറി ട്യൂബ് സൈസിങ് കിറ്റ് അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? ഡി. മെഷർ ദി ഇൻസൈഡ് ഡയമീറ്റർ സൈസ് ഓഫ് കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് സൈസിങ് കിറ്റ് ആണ് ഈ ഉപകരണത്തിന്റെ പേര്. എന്തിനാ ഉപയോഗിക്കുക? മെഷേഴ്സ് ദി ഇൻസൈഡ് ഡയമീറ്റർ സൈസ് ഓഫ് കാപ്പിലറി ട്യൂബിന്റെ ഇൻസൈഡ് ഡയമീറ്റർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് കാപ്പിലറി ട്യൂബ് സൈസിങ് കിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് യൂസ് ഓഫ് ഡീഹൈഡ്രേറ്റർ? ഡീഹൈഡ്രേറ്ററിന്റെ ഉപയോഗം എന്താണ്? ഓയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. അബ്സോർബ് ഹീറ്റ് ആണോ? അതുമല്ല. അബ്സോർബ് റെഫ്രിജറന്റ് ആണോ? അതുമല്ല. എന്താ? മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡീഹൈഡ്രേറ്റർ. 31ാമത്തെ ചോദ്യം, ഹൗ പ്രഷർ ഡ്രോപ്പ് ഈസ് അച്ചീവ്ഡ് ഇൻ കാപ്പിലറി ട്യൂബ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾ? കാപ്പിലറി ട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ പ്രഷർ ഡ്രോപ്പ് അച്ചീവ് ചെയ്യുക? നമുക്കറിയാം അല്ലേ. എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഫ്രിക്ഷൻ കാരണമാണ് അല്ലേ. ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ റെഫ്രിജറന്റ് ആൻഡ് ട്യൂബ് ആണ്. അങ്ങനെയാണ് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദി ഡെസിക്കന്റ് യൂസ്ഡ് ഇൻ ഡീഹൈഡ്രേറ്റർ ഓഫ് ഹൈഡ്രോകാർബൺ ചാർജ്ഡ് RIC യൂണിറ്റ്? ഏത് ഡെസിക്കന്റ് ആണ് നമ്മൾ ഹൈഡ്രോകാർബൺ ചാർജ്ഡ് RIC യൂണിറ്റിൽ ഡീഹൈഡ്രേറ്ററിൽ ഉപയോഗിക്കുന്നത്? ഡീഹൈഡ്രേറ്റർ എന്താ? നമ്മൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഡെസിക്കന്റ് പറഞ്ഞാൽ എന്താ? അബ്സോർബ് ചെയ്യണ നമ്മൾക്ക് അറിയാലോ, നമ്മൾ മരുന്നിന്റെ ഡപ്പയിലൊക്കെ മറ്റേ സിലിക്ക ജെല്ലിന്റെ ഒക്കെ ഒരു ചെറിയൊരു പാക്കറ്റ് കാണൂലേ, മോയ്സ്ചർ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സിലിക്ക ജെല്ല് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക. സിലിക്ക ജെല്ല് പല നമ്മൾ ഷൂവിന്റെ ഉള്ളിലൊക്കെ സ്മെല്ല് പോകാനൊക്കെ നമ്മൾ ഉപയോഗിക്കൂലേ. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഇസ് ദി കോൺസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഓഫ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്? അതിന്റെ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ കണ്ടീഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ ഓപ്പറേഷൻ കണ്ടീഷൻ ഏതാണ്? സൂപ്പർ ഹീറ്റ് അറ്റ് സെക്ഷൻ ലൈൻ ആണോ? ഇവാപ്പറേറ്റർ പ്രഷർ അറ്റ് ഇൻലെറ്റ് ആണോ? എൻതാൽപി അറ്റ് ഇവാപ്പറേറ്റർ ഔട്ട്ലെറ്റ് ആണോ? ഇതല്ല. എൻട്രോപ്പി അറ്റ് കണ്ടൻസർ ഔട്ട്ലെറ്റ് അല്ല. ഇതുമല്ല. എന്താ അതിന്റെ ഉത്തരം? സൂപ്പർ ഹീറ്റ് അറ്റ് സെക്ഷൻ ലൈൻ പോയിന്റ് ആണ് നമ്മൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലേ. തെർമോസ്റ്റാറ്റിക് എന്താ? ഒരു ടെമ്പറേച്ചർ അല്ലേ മെഷർ ചെയ്യാം. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഏതാണ് മെഷർ ചെയ്യുക? സൂപ്പർ ഹീറ്റ് അറ്റ് സെക്ഷൻ ലൈൻ പോയിന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? അത് ഓപ്പറേറ്റ് ചെയ്യാം. 34ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഡീഫ്രോസ്റ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഫോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ നമ്മൾ ഏത് ഡീഫ്രോസ്റ്റിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുക? ഹോട്ട് വാട്ടർ ആണോ? മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് ആണോ? ഹോട്ട് ഗ്യാസ് ഡീഫ്രോസ്റ്റിംഗ്, ഇലക്ട്രിക് ഡീഫ്രോസ്റ്റിംഗ് ആണോ? ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാമല്ലേ. പക്ഷെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. റെഫ്രിജറേറ്റർ നമ്മൾ എന്താ ചെയ്യുക? ഇലക്ട്രിക് ഡീഫ്രോസ്റ്റ് ആവും. കാരണം എന്ത് ചെയ്യും? അതിന്റെ ഇവാപ്പറേറ്റർ കോയിൽ തന്നെ എന്ത് ചെയ്യും? ഈ കറണ്ട് കടത്തി വിട്ടിട്ട് ചൂടാക്കും. ഇനി വൈ ഇവാപ്പറേറ്റർ ഓഫ് എയർ കണ്ടീഷണർ ഹാസ് മോർ ഫിൻസ് പെർ ഇഞ്ച്? AC-യുടെ ഇവാപ്പറേറ്ററിൽ ഒരുപാട് ഫിൻസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിൻസ് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ എയർ കോണ്ടാക്ട് എന്ത് ചെയ്യും? കൂടും. ഇൻക്രീസ് ദി എയർ കോണ്ടാക്ട് ആണ് ഉത്തരം. വൈ ഇവാപ്പറേറ്റർ ഓഫ് എയർ കണ്ടീഷണർ ഹാസ് മോർ ഫിൻസ് പെർ ഇഞ്ച് എന്താണ്? ഇൻക്രീസ് ദി എയർ കോണ്ടാക്ട് ആണ്. 36ാമത്തെ ചോദ്യം, വൈ ഫോസ്റ്റ് അക്യുമുലേറ്റ് ഇൻ വിൻഡോ AC ഇവാപ്പറേറ്റർ? വിൻഡോ AC-യുടെ ഇവാപ്പറേറ്ററിൽ എന്തുകൊണ്ടാണ് ഫോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുക? ഓവർ ചാർജ് റെഫ്രിജറന്റ് ആണോ? അതോ ലെസ് ചാർജ് റെഫ്രിജറന്റ് ആണോ? അതോ കാപ്പിലറി ചോക്കിംഗ് ആണോ? അതോ എയർ ഫിൽട്ടർ ബ്ലോക്കഡ് ആണോ? ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്തായാലും എയർ ഫിൽട്ടർ ബ്ലോക്ക് ചെയ്താൽ എന്തായാലും എന്ത് ചെയ്യും? അവിടെ എന്തായാലും ഫ്രോസ്റ്റ് ഉണ്ടാവും. ബാക്കി ഇതിൽ ഒരു ഉത്തരം കൂടി വരുന്നു. പക്ഷെ ഇതാണ് ഇതിന്റെ ഉത്തരം. എയർ ഫിൽട്ടർ ബ്ലോക്കഡ് ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഇവാപ്പറേറ്ററിൽ, വിൻഡോ AC-യുടെ ഇവാപ്പറേറ്ററിൽ എന്ത് ചെയ്യും? ഫ്രോസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ? എയർ പിന്നിലൂടെ അല്ലെ. നമുക്കറിയില്ല, വിൻഡോ AC പറയുന്നത് ചെറിയൊരു യൂണിറ്റ് ആണ്. അതിൽ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റർ കണ്ടൻസ് എല്ലാം കൂടി ഒരു പെട്ടിയുടെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പൊ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിക്കാണ് എന്ത് ചെയ്യും? അല്ലെ, എയർ വരാതായിട്ട് അവിടെ ഫ്രോസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് പ്രഷർ ഡ്രോപ്പ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ഇവാപ്പറേറ്റർ? ഇവാപ്പറേറ്ററിന്റെ ഇൻലെറ്റിൽ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോഴുള്ള ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇൻലെറ്റ് ഓഫ് ദി ഇവാപ്പറേറ്റർ കേട്ടോ. ഇവാപ്പറേറ്റർ ഇൻലെറ്റിൽ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? നമുക്കറിയാം അതിന്റെ വർക്കിംഗ് എന്താ അല്ലേ. വർക്കിംഗ് തന്നെയാണ് ആ പ്രഷർ ഡ്രോപ്പ് അല്ലേ. ഫ്ലാഷിംഗ് ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ്. ആദ്യം എന്ത് ചെയ്യും? ഫ്ലാഷിംഗ് ചെയ്യും. പിന്നെയാണ് എന്ത് ചെയ്യുക? പിന്നെയാണ് വേപ്പർ ആവുക അല്ലെ. ഫ്ലാഷിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. ആദ്യം കുറച്ച് റെഫ്രിജറന്റ് ചെയ്യും,
ഫ്ലാഷിങ്ങിലെത്തും. പിന്നെയാണ് എന്ത് ചെയ്യുക, ആ ലിക്വിഡ് വേപ്പറായിട്ട് മാറുക. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റെമഡി ഫോർ ബ്രോക്കൺ ബൈമെറ്റൽ തെർമോ ഇൻ എ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറന്റ്? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ആ ബൈമെറ്റൽ തെർമോ പൊട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെമഡി എന്താ? നമുക്കറിയാം എന്താ ചെയ്യുള്ളൂ, റീപ്ലേസ് ചെയ്യാൻ വഴിയുള്ളൂ. റീപ്ലേസ് ദി ബൈമെറ്റൽ തെർമോ ഉള്ളൂ. ഇനി 39ാം ചോദ്യം, വൈ there is no frosting at the bottom only in plate coil evaporator uses with the refrigerator? Why there is no frosting at the bottom? ആ ബോട്ടത്തിൽ എന്ത് ചെയ്യണില്ല, ഇതുണ്ടാവുന്നില്ല, ഫ്രോസ്റ്റ് ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താ? എവിടെ? പ്ലേറ്റ് കോയിൽ ഇവാപ്പറേറ്ററിന്റെ ബോട്ടത്തിൽ ഫ്രോസ്റ്റ് ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അവിടെ ഓയിലിന്റെ പ്രസൻസ് ഉണ്ടാവും. ആ ഓയിലിന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ എന്തില്ല, അവിടെ ഫ്രോസ്റ്റ് ഉണ്ടാവില്ല. എവിടെ? ബോട്ടത്തിലാട്ടോ. ബോട്ടത്തിലാണ്, ഇവാപ്പറേറ്ററിന്റെ ബോട്ടത്തിൽ എന്ത് ചെയ്യില്ല, ഫ്രോസ്റ്റ് ഉണ്ടാവത്തില്ല. 40ാമത്തെ ചോദ്യം, വൈ ദി സപ്ലൈ എയർ ത്രോ ഈസ് ഡിക്രീസ്ഡ് ഇൻ വിൻഡോ എ സി? വിൻഡോ എ സിയിൽ സപ്ലൈ എയർ ത്രോ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? നമുക്കറിയാലേ, ഫ്രോസ്റ്റ് എന്ത് ചെയ്യും, എയർ സർക്കുലേഷനെ ബ്ലോക്ക് ചെയ്യും. ഫ്രോസ്റ്റ് ബ്ലോക്സ് ദി എയർ സർക്കുലേഷൻ. അതാണ് ഇവിടെ എയർ ത്രോ കുറയാനുള്ള കാരണം. ഫ്രോസ്റ്റ് ബ്ലോക്സ് ദി എയർ സർക്കുലേഷൻ. നമുക്ക് എയർ ഫിൽറ്റർ അടന്ന് എന്ത് ചെയ്യും, വിൻഡോ എ സിയിൽ എന്ത് ചെയ്യും, ഫ്രോസ്റ്റ് ഉണ്ടാവും. 41ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റെമഡി ഫോർ ഡിഫക്റ്റീവ് ഹീറ്റിംഗ് എലമെന്റ് ഇൻ എ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ആ ഹീറ്റിംഗ് എലമെന്റ് കേട് വന്നാൽ എന്താ ഉണ്ടാവുക? അവിടെ എന്താ ഉണ്ടാവുക? എന്ത് റെമഡി നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റിംഗ് എലമെന്റ് എന്തിനാ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ കൊടുക്കുന്നത്? ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹീറ്റിംഗ് എലമെന്റ് കൊടുക്കുന്നത് അല്ലേ? ആ ഹീറ്റിംഗ് എലമെന്റ് കേട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റീപ്ലേസ് ചെയ്യുള്ളൂ. ഹീറ്റർ റീപ്ലേസ് ചെയ്യും, ബൈമെറ്റൽ തെർമോയും നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇനി 42, വാട്ട് ആർ ദി കോസസ് ഫോർ ബ്ലോക്കേജ് കാപ്പിലറി ട്യൂബ്? വാട്ട് ആർ ദി കോസസ് ഫോർ ബ്ലോക്കേജ് ഇൻ കാപ്പിലറി ട്യൂബ്? കാപ്പിലറി ട്യൂബ് ബ്ലോക്ക് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കാരണങ്ങൾ എന്തൊക്കെയാണ്? നോൺ കണ്ടൻസബിൾ ഗ്യാസ് ആണോ, മിക്സ്ചർ ആൻഡ് വാക്സ് ഫ്രം ഓയിൽ ആണോ, മോയ്സ്ചർ ആണ്, സോറി, ഇതാട്ടോ ഉത്തരം. മോയ്സ്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ബ്ലോക്ക് ആവും. മോയ്സ്ചറും വാക്സ് ഫ്രം ഓയിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കാപ്പിലറി ട്യൂബ് എന്ത് ചെയ്യും, അവിടെ ബ്ലോക്കേജ് ആവേ. സോളിഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ബർസ്, അത് അതിൻ്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഇല്ല. വന്നാൽ എന്ത് ചെയ്യും, അതും ബ്ലോക്കേജിന് കാരണമാവും. പക്ഷെ ഇവിടെ മെയിൻ ഉത്തരം എന്താ, നമ്മുടെ റെഫ്രിജറന്റിന്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബസ് ഒന്നും വരില്ല. നമ്മൾ ഡീബർ ചെയ്യാൻ റീമിംഗ് ടൂളൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, നമ്മുടെ പൈപ്പിങ്ങിലൊക്കെ. അപ്പൊ അതൊന്നുമില്ല ഉത്തരം. ഓവർ ചാർജിങ് ഓഫ് റെഫ്രിജറന്റ് ഉത്തരം എന്താ, മോയ്സ്ചറും ഓയിലിനുള്ള വാക്സും കാരണം നമ്മുടെ കാപ്പിലറി ട്യൂബ് അടഞ്ഞു പോകാൻ കാരണമാവും. 43ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റീസൺ ഫോർ ഫ്രോസ്റ്റ് അക്യുമുലേഷൻ ഇൻ ബിറ്റ്വീൻ ഫിൻസ് ആൻഡ് ട്യൂബ് ഓഫ് ഇവാപ്പറേറ്റർ ഇൻ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? എന്ത് കാരണമാണ് നമ്മളെ ഫ്രോസ്റ്റ് അടിഞ്ഞുകൂടാൻ, ആ ഐസ് ഫിൻസും ട്യൂബ് ഇവാപ്പറേറ്ററിന്റെ ഫിന്നിന്റെയും ട്യൂബിന്റെ ഇടയിൽ ഐസ് അടിഞ്ഞുകൂടാൻ എന്താ കാരണം എന്നാണ് ചോദിക്കുന്നത്. ഏത് റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമ്മളെ what is the reason for frost accumulation in between fins and tube of evaporator in frost free refrigerator? Undercharge of refrigerant അല്ല, overcharge of refrigerant അല്ല, ഡിഫക്റ്റീവ് ഫാൻ മോട്ടർ, ഡിഫക്റ്റീവ് ടൈമർ. ഇവിടെ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇവാപ്പറേറ്ററിന്റെ ഫിൻസിന്റെയും ട്യൂബിന്റെ ഇടയിൽ ഫ്രോസ്റ്റ് അടിഞ്ഞു കൂടാൻ എന്താ, അവിടുത്തെ ഇവാപ്പറേറ്ററിന്റെ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഫാന് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഐസ് അതിന്റെ ഇടയിൽ തന്നെ കടന്നിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ എയറൊക്കെ പാടെ കടന്നിട്ട് എന്ത് ചെയ്യും, ഐസ് ആവും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ, ഡിഫക്റ്റീവ് ഫാൻ മോട്ടർ ആണ്. ഇനി വാട്ട് ഈസ് ദി റീസൺ ഫോർ നോ കൂളിംഗ് ഇൻ എ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ? ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ തീരെ കൂളിംഗ് ഇല്ല, നോ കൂളിംഗ് ആണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാ? ഡിഫക്റ്റീവ് ഫാൻ മോട്ടോർ ആണോ, ഓപ്പൺ ഡോർ സ്വിച്ച് ആണോ, ഹൈ വാട്ട് ക്യാബിനറ്റ് ബൾബ് ആണോ? ഇതെല്ലാം. ഡിഫക്റ്റീവ് ടൈമർ ആണോ, ഓപ്പൺ ഡോർ സ്വിച്ചും അല്ല. ഡിഫക്റ്റീവ് ടൈമർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ടൈമർ എപ്പോഴും കേടാണ് എഴുതിക്കോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ അല്ലേ, അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, എപ്പോഴും ആ ഫ്രോസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സാധനം ഇങ്ങനെ ഓഫ് ആക്കും. അപ്പൊ ടൈമർ ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ കൂളിംഗ് ഉണ്ടാവത്തില്ല. 45ാമത്തെ ചോദ്യം, വൈ ദി കാപ്പിലറി ട്യൂബ് ഈസ് പ്രിഫേർഡ് ആസ് ആൻ എക്സ്പാൻഷൻ ഡിവൈസ്? കാപ്പിലറി ട്യൂബ് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ആണ് പ്രിഫർ ചെയ്യുന്നത്? നമുക്കറിയാം, അത് ഇൻഎക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ അത് കുഴലാണ്, അതിന്റെ ഇടയിൽ എന്തില്ല, ഒരു മൂവിങ് പാർട്സും ഇല്ല. അപ്പൊ ഉത്തരം എന്താ, ഓപ്ഷൻ ബി ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നോ മൂവിങ് പാർട്സ് ഇല്ല. നോ സിസ്റ്റം ഫോർ ഈക്വലൈസിങ് അതല്ല ഉത്തരം. എക്സ്പെൻസീവ് അല്ല, പീരിയോഡിക്കൽ സർവീസിംഗ് ഒന്നും വല്ലാണ്ട് ആവശ്യം വരില്ല. ഇല്ലേ, നമ്മൾ ക്ലീൻ ചെയ്യാനൊന്നും ഇത് ഉപയോഗിച്ചാൽ മതി, നൈട്രജൻ ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി
വിച്ച് പ്രോപ്പർട്ടി ഈസ് ഡിസൈറബിൾ ഫോർ ആൻ ഐഡിയൽ റെഫ്രിജറന്റ്? ഒരു ഐഡിയൽ റെഫ്രിജറന്റ് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടീസ് എന്താ? നമുക്കറിയാം എല്ലാ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊന്നും ഒരു ചോദ്യം, 1 മാർക്കിന്റെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ലോ ബോയിലിംഗ് പോയിന്റ് ആണ് വേണ്ടത്, ഹൈ ബോയിലിംഗ് പോയിന്റ് അല്ല, അപ്പൊ ഇത് ഉത്തരം തെറ്റാണ്. ലോ ഫ്രീസിംഗ് പോയിന്റ് ആണ് വേണ്ടത്, അപ്പൊ ഇതും ഉത്തരം തെറ്റാണ്. ഹൈ സ്പെസിഫിക് വോളിയം അതും തെറ്റാണ്. എന്താണ് ഹൈ ലാറ്റന്റ് ഹീറ്റ് വാല്യൂ ആണ് ഇതിന്റെ ഉത്തരം. ഇനി വാട്ട് ഈസ് ദി കാറ്റഗറി ഓഫ് R290 റെഫ്രിജറന്റ്? R290 ഏത് റെഫ്രിജറന്റ് ഗ്രൂപ്പിലാണ് പെടുക? ഹാലോ കാർബൺ ആണോ, അസിയോട്രോപ്പ് ആണോ, ഹൈഡ്രോ കാർബൺ ആണോ, ഓർഗാനിക് ആണോ? ഓർഗാനിക് നമുക്കറിയാം എന്താ R700 മുതലല്ലേ വരിക, 700, 717, 718, 744, 764 വരിക. അസിയോട്രോപ്സ് ബ്ലെൻഡ് ആണ് അല്ലേ, നമുക്കറിയാം. ഹാലോ കാർബൺ നമുക്കറിയാം. ഇതിന്റെ ഉത്തരം ഏതാ? ഹൈഡ്രോ കാർബണിന്റെ ആണ് ഈ നമ്പർ വരിക. പിന്നെ R600ഉം R600A ഹൈഡ്രോ കാർബൺ വരിക. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ പ്രൈമറി റെഫ്രിജറന്റ്? പ്രൈമറി റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ലാറ്റന്റ് ഹീറ്റ് ആണ് ആൾ അബ്സോർബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ പ്രൈമറി റെഫ്രിജറന്റ് എന്താണ്? ലാറ്റന്റ് ഹീറ്റ് ആണ്. നാലാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ദി മാക്സിമം കപ്പാസിറ്റി ഓഫ് റെഫ്രിജറന്റ് ടു ബി ഫിൽഡ് ടു ഇൻ എ റിട്ടേണബിൾ സർവീസ് സിലിണ്ടർ? എത്രത്തോളം മാക്സിമം കപ്പാസിറ്റി വരെ ഒരു റിട്ടേണബിൾ സർവീസ് സിലിണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. 95% വരെയാണോ, 90% വരെയാണോ, 85% വരെയാണോ, 80% വരെയാണോ? 80% വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിട്ടേണബിൾ സർവീസ് സിലിണ്ടറിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് POE ലൂബ്രിക്കന്റ്? POE ലൂബ്രിക്കന്റിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കുന്നത്. എന്താ? അത് HFC-യുമായിട്ട് എന്ത് ചെയ്യും, മിസിബിൾ ചെയ്യും. HFC റെഫ്രിജറന്റുമായിട്ട് എന്ത് ചെയ്യും, മിസിബിൾ ചെയ്യും. ഏത്? POE ടൈപ്പ് ലൂബ്രിക്കന്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം ആട്ടോ. POE HFC-യുമായിട്ട് എന്ത് ചെയ്യും, മിസിബിൾ ചെയ്യും, കൂടിക്കലരും. ഇനി വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് poured ആസ് ലിക്വിഡ്? ഏത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിക്വിഡിന്റെ പോലെ ഒഴിക്കുക എന്ന് ചോദിക്കുന്നത്. എന്താ? നമുക്കറിയാലേ PUF എന്ത് ചെയ്യും, അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എക്സ്പാൻഡ് ആവില്ലേ. പോളിയൂറത്തൈൻ ഫോം ആണ്, പുതിയ തരം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഇന്റർനാഷണൽ ഏജൻസി സ്റ്റാൻഡർഡൈസസ് ദി നമ്പറിംഗ് സിസ്റ്റം ഫോർ ഐഡന്റിഫൈങ് റെഫ്രിജറന്റ്? നമുക്കറിയാലേ എന്താ, അമേരിക്കൻ സൊസൈറ്റി ഫോർ ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ് അല്ലെ, അഷാറാണ് ഉത്തരം. വാട്ട് ഈസ് ദി ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ? R134A. R134A നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ആണ്. അതിന്റെ ഉത്തരം എന്താണ്? പൂജ്യമാണ് അതിന്റെ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ, വല്ലാണ്ട് കേടില്ല എന്ന് അവർ പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദി കാറ്റഗറി R502 ഏതാ? നമുക്കറിയാലേ അസിയോട്രോപ്പ് ആണ്. 502, 504 ആ വരുന്ന ഗ്രൂപ്പ് ഏതാ? അസിയോട്രോപ്പാ അല്ലെ, ബ്ലെൻഡ് ആണ്. ഇനി വാട്ട് ഈസ് ദി റെഫ്രിജറന്റ് റിക്കവറി മെത്തേഡ്? തന്നിരിക്കുന്നതിൽ ഈ റിക്കവറി മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിക്കുന്നത്. എന്താ? ആക്റ്റീവ് മെത്തേഡ് ഓഫ് റിക്കവറി ആണ് ഈ കൊടുത്തുള്ള ചിത്രത്തിൽ. 11ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ്? നമുക്കറിയാലേ എന്താണ്, ക്ലോറോ കാർബൺ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇനി വാട്ട് ഈസ് ദി വിച്ച് ഗ്യാസ് ഈസ് യൂണിവേഴ്സലി ടേക്കൺ ആസ് ദി ബേസിക് റെഫറൻസ് ഓഫ് GWP? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നമുക്ക് GWPയുടെ വാല്യൂ, CO2ന്റെ വാല്യൂ എത്ര? GWPന്റെ വാല്യൂ 1 ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുക അല്ലെ. അതാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഇനി വാട്ട് ഈസ് ദി കാറ്റഗറി R407C റെഫ്രിജറന്റിന്റെ കാറ്റഗറി ഏതാ? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. R407C ഏത് കാറ്റഗറിയിലാണ് വരിക? അത് സിയോട്രോപ്പ് ആണ്. സിയോട്രോപ്പ് കാറ്റഗറിയിലാണ് അത് വരിക. വാട്ട് ഈസ് സിലിണ്ടർ കളർ കോഡ് ഓഫ് R22? R22ന്റെ കളർ കോഡ് ഏതാ? നമുക്കറിയാം R11 ഏതാ? വൈറ്റ് ആണ്. പിന്നെ R12 ഓറഞ്ച് ആണ്. നോക്കണം കേട്ടോ, അത് ജസ്റ്റ് ഞാൻ മറന്നിട്ടുണ്ട്. ഇത് R22ന്റെ ഉത്തരം ഏതാ? ഗ്രീൻ ആണ്. R22 ഗ്രീൻ ആണ്. R23 ലൈറ്റ് ഗ്രേ ആണ്. R123 അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേ ആണ്. ഇതൊന്നും എന്ത് ചെയ്യും, ഒരു മാർക്കിന് ചോദ്യം ചോദിക്കും. R22 ഏതാണ്? ഗ്രീൻ ആണ്. ഇനി വേർ ഡസ് ദി ഓസോൺ ലെയർ എക്സിസ്റ്റ് ഇൻ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ എവിടെയാണ് ഓസോൺ ലെയർ ഉണ്ടാവുക? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതും ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. ഇനി 16ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ഇനോർഗാനിക് റെഫ്രിജറന്റ് ഏതാ? സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ. എന്താ? 700 മുതൽ തുടങ്ങുക. 717 അമോണിയാണ് ഉത്തരം. ഹൗ ദി റെഫ്രിജറന്റ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഹീറ്റ് അബ്സോർപ്ഷൻ ബൈ ലാറ്റന്റ് ഹീറ്റ് ആൻഡ് സെൻസിബിൾ ഹീറ്റ്? എങ്ങനെയാണ് റെഫ്രിജറന്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക? ഹീറ്റ് അബ്സോർപ്ഷന്റെ ബേസിൽ. എന്താ? പ്രൈമറി, സെക്കൻഡറി അല്ലേ.
പ്രൈമറി സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യൻ പഠിച്ചാണ് പ്രൈമറി റെഫ്രിജറന്റ് ഏത് ഹീറ്റാണ് എടുക്കാന്ന് നമ്മൾ പഠിച്ചതല്ലേ. 18ാമത്തെ ചോദ്യം, വിച്ച് റെഫ്രിജറന്റ് ഈസ് ഇനാക്റ്റീവ് ടു ഓസോൺ ലെയർ? ഓസോൺ ലെയറിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? R134A ആണ്. അതിന്റെ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. R12 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ക്രൂഷ്യൽ ആണ്. വിച്ച് ഈസ് ദി ന്യൂമറിക്കൽ ഡെസിഗ്നേഷൻ ഓഫ് അമോണിയ റെഫ്രിജറന്റ്? നമുക്കറിയാം എന്താ, 700 പ്ലസ് മോളിക്കുലർ മാസ് ഓഫ് അമോണിയ അല്ലെ, 717. ഉത്തരം A ആണ് ഉത്തരം. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് 4 ഓഫ് R134A ഇൻഡിക്കേറ്റ്? ഈ R134A ഈ 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത്. 20ാമത്തെ ഉത്തരം എന്താ, നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റാണ്. നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റമാണ് ഈ R134A. ഇതും ഇവിടെ ചോദിച്ചാട്ടോ. ഈ 4 റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റാണ്. Which substance absorbs the heat and directly changes the state from solid to vapor? ഏത് സബ്സ്റ്റൻസ് ആണ് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് എടുത്തിട്ട് സോളിഡ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആയി മാറുക? നമ്മൾ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ, ഡ്രൈ ഐസ്, കാർബൺ ഡയോക്സൈഡിന്റെ ഡ്രൈ ഐസ് എന്ത് ചെയ്യും, ഒരു പുക പോലെ മൂടൽ മഞ്ഞ് പോലെ കാണുന്നത്. ഉത്തരം എന്താ, ഡ്രൈ ഐസ് ആണ് ഉത്തരം. ഐസ് എങ്ങനെ വരിക? ഐസ് ആദ്യം സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയി മാറും അല്ലെ, ലിക്വിഡ് ആയി മാറുക. ഇനി വിച്ച് ഈസ് ദി ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് റെഫ്രിജറന്റ് റിക്കവറിക്കുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? പുഷ് പുൾ റിക്കവറി ആട്ടോ. പുഷ് പുൾ റിക്കവറി ആണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള റെഫ്രിജറന്റ് റിക്കവറി മെത്തേഡ്. തന്നിരിക്കുന്നതിൽ ഈ റിക്കവറി മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? ചാർജ് മൈഗ്രേഷൻ മെത്തേഡ് ആണ് ഇതിന്റെ ഉത്തരം. ഇനി ഹൗ ന്യൂമറിക്കൽ ഡെസിഗ്നേഷൻ ഓഫ് ഇൻഓർഗാനിക് റെഫ്രിജറന്റ് ആർ അസൈൻഡ്? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണ്? ആഡിങ് 700 ടു മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് അല്ലെ. ഇതാണോ? ഡിവൈഡ് അല്ല, മൾട്ടിപ്ലൈ അല്ല, സബ്സ്ട്രാക്ട് ചെയ്യല്ല. 25, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റം പ്രസന്റ് ഇൻ R134? R134ൽ എത്ര ഹൈഡ്രജൻ ആറ്റം? 4 നമുക്കറിയാം, നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റം അല്ലേ. അപ്പൊ B ആണ് ഉത്തരം. എന്താ, 2 ഹൈഡ്രജൻ ആറ്റാണ് R134ൽ പ്രസന്റ് ചെയ്യുന്നത്. 26ാമത്തെ ചോദ്യം, വിച്ച് റെഫ്രിജറന്റ് ഈസ് യൂസ്ഡ് ഇൻ വേപ്പർ കംപ്രഷൻ സൈക്കിൾ? വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ ഉപയോഗിക്കുന്ന, നമ്മൾ കോമൺ BCS സൈക്കിളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഏതാണ്? നമുക്കറിയാലേ, ഏതാ? പ്രൈമറി റെഫ്രിജറന്റ് ആണ്. ബൈ സൊല്യൂഷൻ ഒന്നല്ല, വാട്ടർ അല്ല, സെക്കൻഡറി അല്ല. 21ാമത്തെ ചോദ്യം, വിച്ച് പൊസിഷൻ ഇൻ സേഫ് ഫോർ സ്റ്റോറിംഗ് റെഫ്രിജറന്റ് സിലിണ്ടർ? ഏത് പൊസിഷൻ ആണ്? നമുക്കറിയാം അപ്രൈറ്റ് ആണല്ലേ, അപ്രൈറ്റ് പൊസിഷനിലാണ് റെഫ്രിജറന്റ് സിലിണ്ടർ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഹൗ ടു പ്രിവെന്റ് ദി സ്മോൾ പീസസ് ഓഫ് ഗ്ലാസ് വൂൾ അഫക്ടിങ് ദി ഐസ്? ഗ്ലാസ് വൂളിൽ ചെറിയ പീസസിലെ കണ്ണിനെ അഫക്ട് ചെയ്യുന്നതിന് നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്തിട്ടാൽ മതി? ഗൂഗിൾ ധരിച്ചാൽ പോരെ, കണ്ണട പോരെ. 29ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂണിവേഴ്സൽ കളർ കോഡിംഗ് ഓഫ് റെഫ്രിജറന്റ് സിലിണ്ടർ? എന്തിനാണ് നമ്മൾ റെഫ്രിജറന്റ് സിലിണ്ടറിനെ കളർ കോഡ് കൊടുക്കുന്നത്? അതാ, ഈസി ടു ഐഡന്റിഫൈ ആണോ, മെയ് ഗുഡ് അപ്പിയറൻസ് അല്ല, പ്രിവെന്റ് കൊറോഷൻ അതുമല്ല, പ്രൊവൈഡ് എക്സ്ട്രാ സ്ട്രെങ്ത് അല്ല, പെയിന്റിന് അങ്ങനെ എക്സ്ട്രാ സ്ട്രെങ്ത് ഒന്നും ഇല്ല. എന്താ, ഈസി ടു ഐഡന്റിഫൈ ആണ്. 30ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് പ്രോസസ് ദാറ്റ് ചേഞ്ചസ് ദി യൂസ്ഡ് റെഫ്രിജറന്റ് ടു ന്യൂ പ്രോസസ്? അത് ഉപയോഗിച്ച റെഫ്രിജറന്റിനെ പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് റിക്കവർ അല്ല, റീസൈക്കിൾ അല്ല, മാനുഫാക്ചർ അല്ല, എന്താ, റീക്ലെയിം ആട്ടോ. റീക്ലെയിം ആണ്, പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഇതും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വൈ HCFC22 റെഫ്രിജറന്റ് ഈസ് റീസൈക്കിൾഡ്? എന്തിനാണ് നമ്മൾ HCFC22നെ റീസൈക്കിൾ ചെയ്യുന്നത്? ഡിക്രീസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല. മേക്ക് യൂസ് ഓഫ് സെയിം ലൂബ്രിക്കന്റ് ആണോ? അല്ല. റെഡ്യൂസ് ODP, ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യലും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് HCFC22നെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്നത്. 32ാമത്തെ ചോദ്യം, ഹൗ ടു സേഫ് ഗാർഡ് ദി ഹാൻഡ്സ് വൈൽ ഹാൻഡ്ലിംഗ് ഗ്ലാസ് വൂള്? ഗ്ലാസ് വൂള് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഗ്ലൗസ് ഇടണ്ടേ. അപ്പൊ വിയറിംഗ് ഗ്ലൗസ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഐസ് ബോക്സ് ടു കൂൾ ബീവറേജ്? ബീവറേജിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ് ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് അതിനെ ഇൻസുലേറ്റ് ചെയ്യുക? ടാർഫെൽറ്റ് ആണോ, ഗ്ലാസ് വൂളിനാണോ, ഫൈബർ ഗ്ലാസ് ആണോ, തെർമോകോൾ ആണോ? നമുക്ക് എല്ലാവരും ഉണ്ടാക്കി കണ്ടതല്ലേ അല്ലെ, തെർമോകോൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി 34ാമത്തെ ചോദ്യം, വൈ യൂണിവേഴ്സൽ നമ്പറിംഗ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് ഇൻ ഫോർ ഡിഫറെന്റ് റെഫ്രിജറന്റ്? എന്തിനാണ് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് നമ്പറിംഗ് സിസ്റ്റം കൊടുക്കുന്നത്? ഐഡന്റിഫൈ ദി റെഫ്രിജറന്റ് നെയിംസ് ആണോ, മിക്സിംഗ് ദി ലൂബ്രിക്കന്റ് കോമ്പിനേഷൻ ആണോ, ഫിക്സിംഗ് ദി ഡ്രയർ കോമ്പിനേഷൻ ആണോ, ഐഡന്റിഫൈ ദി സിസ്റ്റം ആണോ? എന്താ, നമ്മളെ റെഫ്രിജറന്റിന്റെ നെയിം ഐഡന്റിഫൈ ചെയ്യാണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് ഡിഫറെന്റ് കളർ കോഡ് അല്ലെങ്കിൽ നമ്പറിംഗ് സിസ്റ്റം കൊടുക്കുന്നത് അല്ലെ. R12, R22, അതുപോലെ R717 എന്നൊക്കെ നമ്പറിംഗ് കൊടുക്കുന്നത് എന്തിനാ? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് റിലീസിങ് HCFC റെഫ്രിജറന്റ് ടു അറ്റ്മോസ്ഫിയർ? HCFC റെഫ്രിജറന്റ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്താൽ എന്തുണ്ടാവും? അവിടുത്തെ ODPയും GWP എന്ത് ചെയ്യും? ക്രമാതീതമായി വർദ്ധിക്കും. അത് നമുക്ക് ബാഡ് ഇഫക്റ്റ് ഉണ്ടാവുക. അപ്പൊ ഉത്തരത്താണ് എ വരിക. ഇനി HFC റെഫ്രിജറന്റ് അന്തരീക്ഷത്തിലേക്ക് വിട്ടാൽ എന്താ ഉണ്ടാവുക? അത് തന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവുക കേട്ടോ. ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ ചൂട് വല്ലാണ്ട് കൂടും. ഇനി നമ്മൾ വിൻഡോ AC എന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. വിൻഡോ AC എന്നുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് ഇങ്ങനെ ABCD ഇങ്ങനെ പോകുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അടിയിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കംപ്രസർ ഈസ് യൂസ്ഡ് ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന കംപ്രസർ ഏത് ടൈപ്പാണ്? ബെൽറ്റ് ഡ്രിവൺ ആണോ, ഓപ്പൺ ടൈപ്പ് ആണോ, സീൽഡ് ആണോ, സാഷ് പൈറ്റ് ആണോ? വണ്ടിയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? സാഷ് പൈറ്റ് ഉപയോഗിക്കും. ഇവിടെ വിൻഡോ ACയിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മൾ സീൽഡ് ടൈപ്പ് കംപ്രസർ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻസ് സി ആണ് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കണ്ടൻസർ വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന കണ്ടൻസറിന്റെ ടൈപ്പ് ഏതാ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കണ്ടൻസർ ആണ് നമ്മൾ വിൻഡോ ACയിൽ ഉപയോഗിക്കുക? ഫിൻ ആൻഡ് ട്യൂബ് ആണോ, പ്ലേറ്റ് ആൻഡ് ട്യൂബ് ആണോ, പ്ലേറ്റ് ആൻഡ് കോയിൽ ആണോ, ബാക്ക് ട്യൂബ് ആണോ? നമുക്കറിയാം അല്ലെ, ഫിൻ ആൻഡ് ട്യൂബ് കണ്ടൻസർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഫിൻ ആൻഡ് ട്യൂബ് കണ്ടൻസർ ആണ് നമ്മൾ വിൻഡോ ACയിൽ ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കൂളിംഗ് കപ്പാസിറ്റി ഓഫ് 1 ടൺ ഓഫ് റെഫ്രിജറന്റ് ഇൻ കിലോ കലോറി പെർ ഹവർ? കിലോ കലോറി പെർ ഹവറിൽ 1 ടൺ ഓഫ് റെഫ്രിജറന്റ് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ചോദിക്കുന്നത്? നമുക്ക് 3000 കിലോ കലോറി പെർ ഹവർ ആണ് അല്ലെ, 1 TR. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പാർട്ട് മാർക്ക്ഡ് ആസ് X ഇൻ വിൻഡോ AC? വിൻഡോ AC ഇങ്ങനത്തെ ഒരു യൂണിറ്റ് അല്ലേ, ഇങ്ങനത്തെ ഒരു യൂണിറ്റിൽ ഉണ്ടാവുക അല്ലെ. എന്ത് യൂണിറ്റിൽ ഈ കൊടുത്തിരിക്കണ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് കൺഫ്യൂഷൻ വരെ ഏതാ? കണ്ടൻസർ ഇവാപ്പറേറ്റർ അല്ലേ കൺഫ്യൂഷൻ വരുള്ളൂ അല്ലെ. ഇതിന്റെ ഉത്തരം ഏതാ? ഇത് ഇവാപ്പറേറ്റർ ആട്ടോ. കാരണം എന്താ, ഈ ഫാനുള്ള ഭാഗം നമ്മൾ ജനലിന്റെ പുറത്തേക്ക് വെക്കും. ഇവിടെ കണ്ടോ കണ്ടൻസറിന്റെ കോയിൽ ഉണ്ടോ, ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടോ? ഇത് ഇവാപ്പറേറ്ററിന്റെ കോയിൽ ഉണ്ടോ? ഇവാപ്പറേറ്ററിന്റെ കോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിൽ കൊടുക്കുക. പിന്നെ ഈ ബ്ലോവർ നോക്കിയാൽ മതി, ഈ ബ്ലോവറും ഈ ഫാനും നോക്കിയാൽ മതി. ഈ ഫാനും ഈ ബ്ലോവറും നോക്കിയാൽ, ഈ ബ്ലോവർ നമ്മൾ എവിടെ വെക്കും? ഇവാപ്പറേറ്ററിന്റെ അവിടെ വെക്കും. ഫാൻ നമ്മൾ എവിടെ വെക്കും? കണ്ടൻസറിന്റെ അവിടെ വെക്കും. വാട്ട് ഈസ് ദി പാർട്ട് മാർക്ക്ഡ് ആസ് X? ഈ വിൻഡോ ACയിൽ ഇത് ഏതാ? നമ്മൾ നേരത്തെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടൻസർ ആണ്. ആറാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ വാൽവ് ഈസ് യൂസ്ഡ് ഇൻ വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് ഏതാണ്? ലോസ് ഫ്ലോട്ട് വാൽവ് ആണോ, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ, അതോ കാപ്പിലറി ട്യൂബ് ആണോ? വിൻഡോ ACയിലൊക്കെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുക. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ യൂസ്ഡ് ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന ഇവാപ്പറേറ്റർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കുന്നത്. ബെയർ ട്യൂബ് ആണോ, അതോ പ്ലേറ്റ് ആൻഡ് ട്യൂബ് ആണോ, ഫിൻസ് ആൻഡ് പ്ലേറ്റ് ആണോ, ഫിൻസ് ആൻഡ് ട്യൂബ് ആണോ? ഫിന്നും ട്യൂബും ഉള്ള ഫിൻസ് ആൻഡ് ട്യൂബ് ടൈപ്പ് ആണ് നമ്മൾ. ട്യൂബ് ഉണ്ടല്ലേ അതിന്റെ മുകളിൽ ഫിൻ ഉണ്ടല്ലേ, ആ ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി എട്ടാമത്തെ ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫിൻസ് ഓഫ് കണ്ടൻസർ ഇൻ എ വിൻഡോ എയർ കണ്ടീഷൻ? വിൻഡോ ACയിൽ കണ്ടൻസറിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫിൻസ് ഉണ്ടല്ലോ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക? അത് എന്തായാലും ഹീറ്റിനെ പെട്ടെന്ന് എന്ത് ചെയ്യണം, കടത്തി വിടണ്ടേ. അതുപോലെ തന്നെ അതിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം, അത്യാവശ്യം ഡീസെന്റ് ആയിരിക്കണം, നമ്മളെ കൂടെ താങ്ങാവുന്ന എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ ബ്രാസ് ആണോ, കോപ്പർ ആണോ, കാസ്റ്റ് ആണോ? കാസ്റ്റ് ആണ് എന്തായാലും ഇല്ല, എന്താ അലുമിനിയം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ ഫിൻ ഉണ്ടാക്കുക. ഇനി ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പാർട്ട് മാർക്ക്ഡ് ആസ് X? നമുക്കറിയാലോ എന്താ, ബ്ലോവർ ആണ്. ഇനി ഇതെന്താ, ഫാൻ ആണ് അല്ലെ. പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ, ഫാൻ ആണ്. 11ാമത്തെ ചോദ്യം, 11, വാട്ട് ഈസ് ദി കൂളിംഗ് കപ്പാസിറ്റി ഓഫ് 0.5 ടൺ ഓഫ് റെഫ്രിജറന്റ് ഇൻ BTU പെർ ഹവർ? BTU പെർ ഹവറിൽ 1 ടൺ അല്ല കേട്ടോ, പകുതി, അര ടൺ ഓഫ് റെഫ്രിജറന്റ് നമ്മൾ എങ്ങനെ BTU പെർ ഹവറിൽ റെപ്രസെന്റ് ചെയ്യാം? 1 ടൺ ആണ് നമ്മൾ എന്ത് ചെയ്യും, 24,000 BTU പെർ ഹവർ എടുക്കൂലേ, ഹാഫ് ആവുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ പകുതി 12,000. ഇങ്ങനെയും ചോദ്യം ചോദിക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 12ാമത്തെ ചോദ്യം, വിച്ച് കൺട്രോൾ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദി റൂം എയർ ടെമ്പറേച്ചർ? ഏത് കൺട്രോൾ ഡിവൈസ് ആണ് നമ്മുടെ റൂം എയർ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക? ഓവർലോഡ് പ്രൊട്ടക്ടർ ആണോ, റിലേ ആണോ, തെർമോസ്റ്റാറ്റ് ആണോ, സെലക്ടർ സ്വിച്ച് ആണോ? തെർമോസ്റ്റാറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, റൂം എയർ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. 13ാമത്തെ ചോദ്യം, വിച്ച് റിലേ ഈസ് യൂസ്ഡ് ഇൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ ആൻഡ് മോട്ടോർ കംപ്രസർ മോട്ടോർ? CSR കംപ്രസർ മോട്ടോറിൽ നമ്മൾ ഏത് ടൈപ്പ് റിലേ ആണ് ഉപയോഗിക്കുക? വോൾട്ടേജ് റിലേ ആണ് ഉപയോഗിക്കുക. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. CSR മോട്ടോറിൽ നമ്മൾ വോൾട്ടേജ് റിലേ ആണ് ഉപയോഗിക്കുക. ഇനി
വിച്ച് സേഫ്റ്റി ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ കംപ്രസർ മോട്ടോർ ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ കംപ്രസർ മോട്ടോറിന് ഏത് സേഫ്റ്റി ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുക? ഓവർലോഡ് പ്രൊട്ടക്ടർ അല്ലേ? എന്താ ഒരുപാട് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈൻഡിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഓവർലോഡ് പ്രൊട്ടക്ടറാണ് നമ്മൾ അവിടെ സേഫ്റ്റി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുക. 15ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് വിൻഡോ AC റിമൂവ്സ് ഡസ്റ്റ് പാർട്ടികൾ ഫ്രം റൂം എയർ? വിൻഡോ ACയിലെ ഏത് ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് എയറിന്ന് നമ്മളെ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാം? സിമ്പിൾ ചോദ്യം അല്ലേ? എന്താ? എയർ ഫിൽട്ടർ ആണ്. വിച്ച് കപ്പാസിറ്റി ഓഫ് ഫാൻ മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ 1 ടൺ ഓഫ് വിൻഡോ ACയിലെ 1 ടണ്ണ് കപ്പാസിറ്റി ഉള്ള വിൻഡോ ACയിൽ ഏത് ഫാൻ മോട്ടോർ അല്ലെങ്കിൽ ഫാൻ മോട്ടോറിന്റെ കപ്പാസിറ്റി എത്ര ആയിരിക്കും ചോദിക്കുന്നത്? 1 ടണ്ണ് ഉള്ള വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന ഫാനിന്റെ കപ്പാസിറ്റി, അതായത് ഫാൻ ഉപയോഗിക്കുന്ന എത്ര മോട്ടോറാണ് ഉപയോഗിക്കുക? 1/5 HP ആണ്, 1/10 HP ആണ്. 1/10 HP അല്ല അല്ലേ? എന്താ 1/5 അല്ല. ഇനി 1/16 HP ഉള്ള പവറുള്ള ഫാനാണ് നമ്മൾ ഉപയോഗിക്കുക. 1 HP അറിയില്ലേ? 256 വാട്ടാണ്. അപ്പൊ അതിന്റെ 16ൽ ഒരു ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുക. 17 വിച്ച് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓഫ് CSR മോട്ടോർ ഡ്യൂറിംഗ് ഓപ്പറേഷൻ? CSR മോട്ടോറിലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ നമ്മൾ സീരീസ് ആയി കൊടുക്കുന്ന കപ്പാസിറ്ററിന്റെ പേരെന്താ? സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് ഏതാ കൊടുക്കുക നമ്മൾ? വിച്ച് കപ്പാസിറ്റി ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓഫ് CSR മോട്ടോർ ഡ്യൂറിംഗ് ഓപ്പറേഷൻ? ഇതെന്താ? കപ്പാസിറ്റർ റൺ മോട്ടോർ അല്ലേ? അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുക, റണ്ണിങ് കപ്പാസിറ്റർ ഉപയോഗിക്കുക കേട്ടോ. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഉത്തരം കറപ്പിക്കണം എന്ന് കരുതും. പക്ഷെ എന്താ? CSR മോട്ടോർ ആണ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ മോട്ടോർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുക. 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് റണ്ണിങ് കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ 1.5 ടൺ ഓഫ് റെഫ്രിജറന്റ് വിൻഡോ AC? 1.5 ടണ്ണ് കപ്പാസിറ്റി ഉള്ള വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന റണ്ണിങ് കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം, മൈക്രോഫാരഡ് നമ്മൾ ഉപയോഗിക്കുള്ളൂ അല്ലേ? 36 മൈക്രോഫാരഡ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇനി 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ യൂസ്ഡ് ഫോർ 1 ടൺ ഓഫ് റെഫ്രിജറേറ്റർ വിൻഡോ AC? 1 ടണ്ണുള്ള വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ് ചോദിക്കുന്നത്? അത് മൈക്രോഫാരഡിൽ നമ്മൾ പറയുള്ളേ. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റി കൂടും. 80 മൈക്രോഫാരഡ് ആണ്. 20ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് റിലേ യൂസ്ഡ് ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ റിലേ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണോ? ഡിസ്കണക്ട് ദി സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണോ? ഡിസ്കണക്ട് ദി റണ്ണിംഗ് കപ്പാസിറ്റർ ആണോ? ഡിസ്കണക്ട് ദി ഫാൻ കപ്പാസിറ്റർ ആണോ? ഡിസ്കണക്ട് ദി വൈൻഡിങ് ആണോ? എന്താണ്? സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റിലേ ഉപയോഗിക്കുക. ഇനി വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ ദി ഫിൻസ് ഓഫ് കണ്ടൻസർ ട്യൂബ് ഇൻ വിൻഡോ AC? 20ാമത്തെ ചോദ്യം, 20ാമത്തെ ചോദ്യം നമ്മളൊന്ന് കണ്ടു അല്ലേ? എന്താണ്? റിലേ വിൻഡോ ACയിൽ എന്തിനാ ഉപയോഗിക്കുക? സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 21ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ ദി ഫിൻസ് ഓഫ് കണ്ടൻസർ ട്യൂബ് ഇൻ വിൻഡോ AC? ഫിൻ ഉണ്ടാവുകൊണ്ട് വിൻഡോ ACയിൽ എന്തിന്റെ അളവാണ് കൂടുക? എന്തിന്റെ അളവ് കൂടുക? പവർ കൺസപ്ഷൻ കൂടുവോ? ഡിസ്ചാർജ് പ്രഷർ കൂടുവോ? റെഫ്രിജറന്റ് ഫ്ലോ റേറ്റ് കൂടുവോ? എന്താ ചെയ്യുക? ഇതിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് ആണ് എന്ത് ചെയ്യുക? കൂടുക കേട്ടോ, ഫിൻ ഉണ്ടാവുകൊണ്ട്. What is the purpose of operating the fan motor first and then compressor motor in AC? എല്ലാ ACയിലും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫാൻ മോട്ടോർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ? കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഓപ്പറേറ്റിംഗ് ദി ഫാൻ മോട്ടോർ ഫാസ്റ്റ് ആൻഡ് ദെൻ ദി കംപ്രസർ മോട്ടോർ ഇൻ AC? അതിന്റെ പിന്നിലെ ലോജിക്ക് എന്താ? കൂൾ ദി കോയിൽ ഫസ്റ്റ് ബൈ ഫാൻ ആണോ? അതല്ല. കൂൾ ദി കംപ്രസർ ബൈ ഫാൻ ആണോ? അതുമല്ല. മിനിമൈസ് ദി നോയ്സ് ഓഫ് മോട്ടോർ ആണോ? അതുമല്ല. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റോപ്പ് ദി ഹൈ സ്റ്റാർട്ടിംഗ് കറന്റ് ബൈ മോത്ത് മോട്ടോഴ്സ്. നല്ലോണം സ്റ്റാർട്ടിംഗ് കറന്റ് ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 23ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഫാൻ മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ വിൻഡോ AC? വിൻഡോ ACയിൽ ഉപയോഗിക്കുന്ന ഫാൻ മോട്ടോർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാ ഉത്തരം? സിംഗിൾ ഫേസ് ഡബിൾ എൻഡ് ഷാഫ്റ്റ് മോട്ടോർ ആണ്. സിംഗിൾ ഫേസ് മോട്ടോർ ഉപയോഗിക്കുക, ത്രീ ഫേസ് അല്ല. ഈ ഡബിൾ എൻഡ് ഷാഫ്റ്റ് മോട്ടോർ എന്തിനു വേണ്ടിയിട്ടാ? ഡബിൾ എൻഡ് ഷാഫ്റ്റ് മോട്ടോർ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൈഡിൽ എന്ത് ചെയ്യും? അതിന്റെ ബ്ലോവർ കൊടുക്കും, ഒരു സൈഡിൽ എന്ത് ചെയ്യും? ഫാൻ കൊടുക്കും. അങ്ങനെ ആവട്ടെ. ഇനി 24 അങ്ങനെയാണ്. ഒരു സൈഡിൽ എന്ത് ചെയ്യും? ഫാൻ കൊടുക്കും, കണ്ടൻസറിന്റെ ഫാൻ കൊടുക്കും. ഒരു സൈഡിൽ എന്ത് ചെയ്യും?
ഇവാപറേറ്ററിന്റെ ബ്ലോവർ കൊടുക്കും. 24ാമത്തെ ചോദ്യം വിച്ച് വൈൻഡിങ് ഓഫ് കംപ്രസർ മോട്ടോർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് അക്രോസ് ദി വോൾട്ടേജ് റിലേ. വോൾട്ടേജ് റിലേക്ക് അക്രോസ് ആയിട്ട് കംപ്രസർ മോട്ടോറിന്റെ ഏത് വൈൻഡിങ് കൊടുക്കുക? ഏതാ? മെയിൻ വൈൻഡിങ് ആണോ, സ്റ്റാർട്ടിംഗ് ആണോ, റണ്ണിംഗ് ആണോ, ആക്സിലറേറ്റർ വൈൻഡിങ് ആണോ? വിച്ച് വൈൻഡിങ് ഓഫ് കംപ്രസർ മോട്ടോർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് അക്രോസ് ദി വോൾട്ടേജ് റിലേ കോയിൽ. വോൾട്ടേജ് റിലേക്ക് അക്രോസ് ആയിട്ട് കംപ്രസർ മോട്ടോറിന്റെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണോ കൊടുക്കുക? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്. ഇനി where the normally closed contact are internally connected in voltage relay. Where the normally closed contact are internally connected in voltage relay. ഏതിൻ്റെയൊക്കെ ഇടയിലാണെന്ന് ചോദിക്കുക. ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുക? കൊടുക്കുക കേട്ടോ. 1-2 കോണ്ടാക്റ്റിന്റെ ഇടയിലാണ് ഇത് കണക്ട് ചെയ്യുക. 26ാമത്തെ ചോദ്യം വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ആരോ മാർക്ക് ഓഫ് ഫിൽട്ടർ ഡയർ കമ്പൗണ്ട്. ആരോ മാർക്ക് എന്തിനു വേണ്ടിയിട്ട്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ മാർക്ക് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുക? ആ ഡയറക്ഷനിലല്ലേ, ആ ഡയറക്ഷനിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഫ്ലോ ഡയറക്ഷൻ ഓഫ് റെപ്രസെന്റ്, ആ ഡയറക്ഷനിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് ആ യൂണിറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 27ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി ഏരിയ ഓഫ് റൂം കൂൾഡ് ബൈ 1 ടൺ വിൻഡോ എ സി. 1 ടണ്ണ് വിൻഡോ എ സി ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഏരിയ, എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൂൾ ചെയ്യാം. 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൂൾ ചെയ്യാം കേട്ടോ. ഇനി വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് കംപ്രസർ മോട്ടോർ യൂസ് ഇൻ 1 ടൺ ഓഫ് വിൻഡോ എ സി. വിൻഡോ എ സിയിൽ ഉപയോഗിക്കുന്ന 1 ടൺ വിൻഡോ എ സിയിൽ ഉപയോഗിക്കുന്ന കംപ്രസറിന്റെ കപ്പാസിറ്റി എത്ര വരിക? 3.4 HP ആട്ടോ വരിക. ഇനി 29ാമത്തെ ചോദ്യം വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു എക്സ്ഹോസ്റ്റ് ദി റൂം എയർ ഇൻ വിൻഡോ എ സി. വിൻഡോ എ സിയിൽ റൂം എയറിനെ എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാ? ഡാമ്പർ ആണ്. ഡാമ്പറിലൂടെ അല്ലേ നമുക്ക് ആ കാറ്റ് വരിക. ഇനി 30ാമത്തെ ചോദ്യം വേർ ദി ഫിൽട്ടർ ഡ്രയർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ വിൻഡോ എ സി റെഫ്രിജറന്റ് സർക്യൂട്ട്. ഫിൽട്ടർ ഡ്രയർ നമ്മൾ വിൻഡോ എ സിയിൽ എവിടെയാണ് കൊടുക്കുക? ഫിൽട്ടർ ഡ്രയർ സക്ഷൻ ലൈനിലാണോ, ഡിസ്ചാർജ് ലൈനിലാണോ, സർവീസ് ലൈനിലാണോ, ലിക്വിഡ് ലൈനിലാണോ? നമ്മൾ ലിക്വിഡ് ലൈനിലാണ് എന്ത് ചെയ്യുക? ഫിൽട്ടർ ഡ്രയർ കൊടുക്കുക. അതിൽ വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ഡ്രയർ ഉപയോഗിക്കുക. 31ാമത്തെ ചോദ്യം വിച്ച് വൈൻഡിങ് ഹാസ് ഹൈ ഇൻഡക്റ്റൻസ് വാല്യൂ ഇൻ CSR കംപ്രസർ മോട്ടോറിൽ. CSR കംപ്രസർ മോട്ടോറിൽ വൈൻഡിങ്ങിൽ ഹൈ ഇൻഡക്റ്റൻസ് വാല്യൂ ഉള്ളത് ഏത് വൈൻഡിങ്ങിനാണോ? കോമൺ വൈൻഡിങ്ങിനാണോ, റണ്ണിങ് വൈൻഡിങ്ങിനാണോ, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനാണോ, ആക്സിലറി വൈൻഡിങ്ങിനാണോ? റണ്ണിങ് വൈൻഡിങ്ങിനാണ് ഹൈ ഇൻഡക്റ്റൻസ് വാല്യൂ ഉള്ളത് കേട്ടോ. CSR കംപ്രസർ മോട്ടോറിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ കംപ്രസർ മോട്ടോറിൽ ഹൈ ഇൻഡക്റ്റൻസ് വാല്യൂ ഉള്ളത് റണ്ണിങ് വൈൻഡിങ്ങിനാണ്. ഇനി 32ാമത്തെ ചോദ്യം വേർ ദി റിലേ കോയിൽ ഈസ് ഇന്റേണലി കണക്റ്റഡ് വോൾട്ടേജ് റിലേ. നമ്മൾ കുറച്ചു മുന്നേ നോക്കിയല്ലേ, എവിടെയാണ്? ഓപ്ഷൻ സി 5 and 2. ഇതാ റിലേ കോയിൽ വോൾട്ടേജ് റിലേയുമായിട്ട് ഏതില്ല? 5ഉം 2 ആണ്. നമ്മൾ 1ന്റെയും 2ന്റെയും ഇടയിൽ പഠിച്ചാണ്, അത് കറപ്പിക്കരുത്. ഇനി വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റി യൂസ് ഇൻ 1.5 ടൺ കപ്പാസിറ്റി വിൻഡോ എ സിയിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എത്ര? 80 ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. 80-100 മൈക്രോ ഫാരഡ് നമ്മൾ ഉപയോഗിക്കും സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ കേട്ടോ. 1 ടൺ ആണെങ്കിൽ നമ്മൾ 80 പഠിച്ചില്ലേ? 1 ടൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 80 പഠിച്ചില്ലേ? 34ാമത്തെ ചോദ്യം വിച്ച് സ്റ്റെബിലൈസർ കപ്പാസിറ്റി ഈസ് യൂസ്ഡ് ഫോർ 1 ടൺ വിൻഡോ എ സി. വിൻഡോ എ സിയിൽ 1 ടൺ വിൻഡോ എ സിയിൽ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കില്ലേ? അത് അതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ 3 kV ആംപിയർ ആണ് നമ്മൾ ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുക കേട്ടോ 1 ടൺ വിൻഡോ എ സിക്ക് വേണ്ടിയിട്ട്. 35ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റീസൺ ഫോർ കംപ്രസർ ഡസ് നോട്ട് സ്റ്റാർട്ട്. കംപ്രസർ സ്റ്റാർട്ട് ആവുന്നില്ല. അതിന്റെ കാരണം എന്താ? ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ത് ചെയ്യും? കേടുവന്നിട്ടുണ്ടാവും. ഫാൻ മോട്ടർ കേടുന്ന കംപ്രസർ സ്റ്റാർട്ട് ആകാതിരിക്കില്ല. ഓസിലേഷൻ മോട്ടർ അല്ല. ഡിഫക്റ്റീവ് ഫ്രഷ് എയർ ഡാമ്പർ അതൊന്നുമല്ല. ഇനി 36ാമത്തെ ചോദ്യം ഹൗ ടു ന്യൂട്രലൈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ലീക്ക്ഡ് അമോണിയ ഫ്രം എയർ. അമോണിയ ലീക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ന്യൂട്രലൈസ് ആക്കുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ന്യൂട്രലൈസ് ആക്കാം കേട്ടോ. ഇനി 36ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റീസൺ ഫോർ എക്സസീവ് ഫ്രോസ്റ്റ് ഓൺ ഇവാപറേറ്റർ കോയിൽ ഇൻ വിൻഡോ എ സി. വിൻഡോ എ സിയിൽ എക്സസീവ് ആയിട്ട് ഫ്രോസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഇവാപറേറ്റർ ഫിസ് നോട്ട് ബ്ലോക്ക്ഡ് ബൈ ഡസ്റ്റ്. ഇവാപറേറ്റർ ഫിന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഡൗട്ട് വരും. ഇത് നോട്ട് ബ്ലോക്ക്ഡ് എന്നാണ്. ബ്ലോവർ റൊട്ടേറ്റിംഗ് അറ്റ് ഹയർ സ്പീഡ് അതല്ല. എയർ ഫിൽട്ടർ ബ്ലോക്ക്ഡ് കംപ്ലീറ്റ്ലി. ഇതാണ് ഉത്തരം. 38ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി റീസൺ ഫോർ വെരി ഹൈ കണ്ടൻസർ ടെമ്പറേച്ചർ ഇൻ വിൻഡോ എ സി. വിൻഡോ എ സിയുടെ വെരി ഹൈ കണ്ടൻസർ ടെമ്പറേച്ചർ ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? വാട്ടർ സ്പ്ലാഷസ് കണ്ടൻസർ ആണോ? അല്ല. മോർ എയർ ഫ്ലോ ഇൻ കണ്ടൻസർ, അങ്ങനെയാണെങ്കിൽ ചൂട് കുറയില്ല ചെയ്യുക. ഫാൻ മോട്ടർ വർക്കിംഗ് ഇൻ ഗുഡ് കണ്ടീഷൻ, അങ്ങനെയാണ് ചൂട് കുറയുക. എന്താ?
ഡസ്റ്റ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ മുകൾക്ക് എയർ വല്ലാണ്ട് വരുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, കണ്ടൻസർ വല്ലാണ്ട് ചൂടാവും. 39ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ കംപ്രസർ മോട്ടർ ബേൺ ഔട്ട് ഇൻ വിൻഡോ എ സി? വിൻഡോ എ സിയിലെ കംപ്രസർ മോട്ടർ ബേൺ ഔട്ട് ആവാനുള്ള കാരണം എന്താ? ഓവർലോഡ് പ്രൊട്ടക്ടർ ഫെയിൽ ആയിട്ടുണ്ടാവും. 40ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റെമഡി ഫോർ ഡിഫക്റ്റീവ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇൻ വിൻഡോ എ സി? വിൻഡോ എ സിയിലെ ഓവർലോഡ് പ്രൊട്ടക്ടർ കേട് വന്നു, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പയർ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീപ്ലേസ് ചെയ്യാനേ പാടുള്ളൂ. 41ാമത്തെ ക്വസ്റ്റ്യൻ, what is the reason for compressor does not start but the fan motor works normally in window AC? കംപ്രസർ എന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഫാൻ എല്ലാം ഓടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എന്തായിരിക്കും? കംപ്രസർ മോട്ടോർ എന്തെങ്കിലും കേടുവന്നിട്ടുണ്ടാവും. ഇനി 42ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റെമഡി ടു റിമൂവ് മോയ്സ്ചർ ഫ്രം വിൻഡോ എ സി? വിൻഡോ എ സിയിലെ അവിടെ നിന്നുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഓവർ ഇയർ ചാർജിങ് സിസ്റ്റം ആണോ, ഇവാക്യുവേറ്റ് സിസ്റ്റം ഡീപ്ലി ആണോ, ക്ലീൻ ദി ഇവാപ്പറേറ്റർ ഫിൻസ് ആണോ, ക്ലീൻ ദി കണ്ടൻസർ ഫിൻസ് ആണോ? നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇവാക്യുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മോയ്സ്ചർ അതിൽ നിന്ന് പോവുകയുള്ളൂ. 43ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കോസ് ഓഫ് റെഡ്യൂസ്ഡ് സപ്ലൈ എയർ ത്രൂ എന്നാണ്, സോറി. What is the cause of reduced supply air through air filter in is clean window AC? എയർ ഫിൽട്ടറിലൂടെ സപ്ലൈ എയർ വളരെ കുറവാകാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്. വിൻഡോ എ സിയിൽ എയർ ഫിൽട്ടറിലൂടെ എയറിന്റെ സപ്ലൈ വളരെ കുറവാനുള്ള കാരണം എന്താ? നോ ഫ്രോസ്റ്റ് ഇൻ ദി ഇവാപ്പറേറ്റർ ആണോ? അല്ല, നമ്മൾ എയറിന്റെ കാര്യമല്ല പറയുന്നത്. എന്താണ്? ഫ്രോസ്റ്റ് അക്യുമുലേറ്റഡ് ഇൻ ദി ഇവാപ്പറേറ്റർ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ എയർ എന്ത് ചെയ്യും? വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇനി 44ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് സെൻസിങ് ഹയർ ടെമ്പറേച്ചർ ബൈ തെർമിസ്റ്റർ ഇൻ NTC? തെർമിസ്റ്ററിൽ NTCയിൽ വളരെ ഹൈ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണോ? തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തെർമിസ്റ്ററിലെ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും വിപരീത അനുപാതത്തിലാട്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്തു? അതിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് വിപരീത അനുപാതത്തിലാണ് തെർമിസ്റ്റർ, നമ്മൾ പഠിച്ചതാണ്. ഇനി സ്പ്ലിറ്റ് എ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്.